ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. I would like to turn our attention to the word of God today. ഇന്ന് ഞാൻ എടുക്കുന്ന വിഷയത്തിന് ജീവനോളം വിലയുണ്ട്. The subject which I am taking today, it has the value of life. ഇന്ന് ഞാൻ എടുക്കുന്ന വിഷയം, ഞാൻ ഒരിക്കൽ കൂടെ ആ പദം ആവർത്തിക്കുന്നു, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ദൈവവചനത്തിന് ജീവന്റെ വിലയുണ്ട്. I would like to repeat that the word which I am going to preach you today is valuable as life. അതൊരു മനുഷ്യന്റെ ജീവന്റെ വിലയല്ല. It's not the value of a person's life. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സകലത്തെയും ഉളവാക്കിയ ദൈവത്തിന്റെ തന്റെ പുത്രന്റെ ജീവന്റെ വില. It has the value of the life of the Lord Jesus Christ who gave his life for us. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ലഭ്യമാകുന്ന ജയജീവിതത്തെ കുറിച്ചാണ്. I would like to speak to you today about the blessed and victorious life which we got through the blood of Jesus Christ. എല്ലാവരും വായ്കൾ തുറന്ന് പറയുക, യേശുക്രിസ്തുവിൻ രക്തത്താൽ ജയം. വിക്ടറി ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിന്റെ രക്തത്താലേ ജയം. Open your mouths and repeat after me. The victorious life through the blood of Jesus Christ. ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ശരീരത്തിൽ ജീവനില്ലാത്തതുപോലെയാണ് യേശുക്രിസ്തുവിന്റെ രക്തമില്ലാത്ത ക്രിസ്ത്യാനിത്വം. Like a body which is dead if it doesn't have the blood supply, same is the Christianity without the blood of Jesus is lifeless. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലയോ ഇരിക്കുന്നത്. In Leviticus 17:11 we read that the life of the body is in his blood. ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത ശരീരത്തിൽ ജീവനില്ലാത്തതുപോലെ യേശുക്രിസ്തുവിന്റെ രക്തമില്ലാത്ത ക്രിസ്ത്യാനിത്വം നിർജീവമാകുന്നു. Like a body which doesn't have a blood is lifeless, Christianity without the blood of Jesus Christ is as lifeless as a body without blood is lifeless. വിശുദ്ധ ബൈബിളിൽ നിഴലായും പൊരുളായും ഏകദേശം 400-ലധികം പ്രാവശ്യം യേശുവിന്റെ രക്തത്തിന്റെ വിമോചനത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. Almost 400 plus times we read in the word of God the redemptive work, the liberating work of the blood of Jesus Christ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിന് ജീവന്റെ വിലയുണ്ട്. That's the core reason why I said today's message has the power of a person's, that is God's own life. എല്ലാവരും ഒരിക്കൽ കൂടെ നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വായ്കൾ തുറന്ന് പറയുക, യേശുക്രിസ്തുവിൻ രക്തത്താലേ വിജയം. Open your mouths wherever you are and say, repeat after me, the redemptive and triumphant work of the blood of Jesus Christ. ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുകയും തുടങ്ങിയ സമയം മുതൽ പൈശാചിക മണ്ഡലം അസ്വസ്ഥമായത് എനിക്കറിയാം. While I was sitting with this word, I was reading these passages, studying these words, and the satanic forces were just disturbed because of these words. യേശു കൊടുത്ത വില യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് അറിയാത്തതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് വെളിപ്പാടുകൾ സ്വീകരിച്ച് തന്റെ ജനത്തിന് വിളമ്പുന്ന ഒരു ദൈവദാസൻ ആത്മമണ്ഡലത്തിൽ അനുഭവിക്കുന്ന യുദ്ധം ആത്മീയന് മാത്രമേ മനസ്സിലാവൂ. Only a spiritual person can understand the message which he received from the Lord and delivers that in the power of the Spirit. Only a spiritual person can understand. ഇന്ന് യേശു കർത്താവിന്റെ രക്തം നമുക്ക് നൽകുന്ന വിടുതലും ജയവും എന്ന വിഷയത്തിൽ 4 പ്രധാനപ്പെട്ട മേഖലകളെ കുറിച്ച് നാം പഠിക്കുവാൻ പോകുന്നു, പ്രാപിക്കുവാൻ പോകുന്നു. 4 important dimensions of the victory through the blood of Jesus Christ are we going to discuss and meditate today. അതിന് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ ജിജി മോഹൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഞാൻ അതൊന്ന് ആരംഭിക്കുകയാണ്. ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 11 to 14. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ, വായിക്കുക കർത്താവിന്റെ ദാസനെ, കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ യെസ്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു.
ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. വിശുദ്ധ ബൈബിളിൽ അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എബ്രായർ 9:12 എഴുതിയിരിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ദാറ്റ് ഈസ് ആൻ എറ്റേണൽ റിഡംഷൻ. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പിനായി സ്വന്തം രക്തം നൽകി ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായി മാനവകുലത്തെ വിമോചിപ്പിച്ച ഒരു രക്തം. Hebrews 9:12 clearly says like this, and not through the blood of goats and calves, but through his own blood he entered the holy place once for all time, having obtained eternal redemption. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവിന്റെ രക്തത്താലുള്ള വിമോചനത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ഒഴുക്കിയ തന്റെ പരിശുദ്ധ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മീകമായ വെളിപ്പാടിനെ കുറിച്ചും ദൈവികമായ സന്ദേശത്തെക്കുറിച്ചും സവിസ്തരമായി നാം ഇങ്ങനെ വായിക്കുകയും പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. We have understood from the Bible the various images, various circumstances in which the blood of Christ was expounded throughout the scriptures, and we have meditated on that. എന്നാൽ ആ രക്തത്തിന്റെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക. You have to understand the power of the blood of Christ. യേശുക്രിസ്തു തന്റെ രക്തം ഒഴുക്കിയതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവികമായ പദ്ധതിയെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുക. You have to understand and get the revelation and live in the revelation why Jesus bled on the cross and gave the blood to you, and you have to live in that revelation. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കർത്താവിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിന് ഒരു ജീവന്റെ വിലയുണ്ട്. അതെ, ദൈവത്തിന്റെ ജീവന്റെ വിലയുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഒഴുകിയ പരിശുദ്ധ രക്തത്തിന്റെ പവർ ഈ ഭൂമിയിലെ വേറൊരു സബ്ജക്റ്റിനുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. There is no other subject in this universe which I can preach which has the power of the holy blood of Jesus that was bled for you and me. ശരിക്കും എന്തായിരുന്നു കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിനാൽ, വിമോചനത്തിനാൽ ആ രക്തം ഒഴുകിയതിന്റെ പിറകിലുള്ള ദൈവികമായ പദ്ധതി? What was the plan behind Jesus giving us the blood to all of us? യേശു കർത്താവിന്റെ ജനനം നിങ്ങൾ ശ്രദ്ധിക്കുക. You think about the birth of Jesus Christ. യേശു കർത്താവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ്. Jesus' birth was the fulfillment of all the prophecies that happened. യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു ദൈവികമായ പദ്ധതിയാണ്. Jesus Christ's birth was God's plan, eternal plan. യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ്. Jesus' birth was the fulfillment of God's eternal plan. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദിമ മനുഷ്യനായ ആദത്തെയും ഹൗവയും പൈശാചിക ശക്തി സാത്താൻ, ലൂസിഫർ അവരെ വഞ്ചിക്കുകയും ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അവരെ പുറത്താക്കുകയും ശാപത്തിന് അധീനരാക്കുകയും തീർക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്തതിനാൽ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പ്രവചനം, യഹോവയാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നുകൊണ്ട് തല തകർക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്ന സ്വർഗത്തിൽ നിന്ന് വെട്ടി ഈ ഭൂമിയിലേക്ക് ഇട്ട പൈശാചിക ശക്തിയെ നോക്കി, സാത്താനെ നോക്കി വിളിച്ചു പറയുകയാണ്, സ്ത്രീയെ നീ വഞ്ചിച്ചു എങ്കിൽ, അവളെ ചതിച്ചുവെങ്കിൽ നീ കുറിച്ചുകൊള്ളുക, സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാനിടയാകും. The first prophecy that happened in the Bible was in the Garden of Eden when Eve was beguiled and cheated by Satan, and that same event the Lord came forth and said, that same seed
will come out of from the woman will crush your head, O Satan. ആ നിമിഷം മുതൽ പൈശാചിക മണ്ഡലങ്ങൾ അസ്വസ്ഥമാണ്. And from that time onwards, all the dimensions of the spiritual realm was totally disturbed and disrupted. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന വിശ്വാസിക്കില്ലാത്തൊരു വിശ്വാസം പിശാചിനുണ്ട്. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല, അവൻ ദൈവമായതുകൊണ്ട് അത് ചെയ്യുമെന്നുള്ള ഉറപ്പ് അവന്റെ അകത്തുണ്ട്. Satan has more faith than you. What the Lord has said, he will come that to pass, and Satan very well know that. ആ നിമിഷം മുതൽ പൈശാചിക മണ്ഡലം അലർട്ടാണ്. And from that time onwards, the whole spiritual realm, the whole satanic realm is alert. ആരാണ് എന്റെ തലയെ തകർക്കുവാൻ ജനിക്കുവാൻ പോകുന്നത്? Who is going to be born to crush my head? പിശാച് പലതിനെയും ഫോക്കസ് ചെയ്തു. And Satan was focusing many people. പിശാച് മോശയെ ഫോക്കസ് ചെയ്തു. Satan was focusing on Moses. അവനെ ജനിച്ചപ്പോൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. At the beginning of his birth, Satan wanted to crush him. പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിനാൽ പ്രയോജനപ്പെട്ട പല വിശുദ്ധന്മാരെയും അവൻ ബാല്യത്തിൽ തന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടു. If you study the Old Testament, many of the servants of the Lord at the beginning of their birth, all in their childhood, the Satan somehow wanted to defeat them and crush them. എന്നാൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് കാണുവാൻ കഴിയാതെ, പൈശാചിക മണ്ഡലങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാതെ, ഇതാ നസ്രയത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അരികിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നു, സ്ത്രീയെ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുവാൻ പോകുന്നു, നിന്റെ ഉദരത്തിൽ ഇതാ ഒരുവൻ ജനിക്കുവാൻ പോകുന്നു. മത്തായി 1:21 ദൂതൻ പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. Secret from all the satanic forces, something happened in the Nazareth, a city of Nazareth, where the Lord came to Mary and said, the Most High God is going to tabernacle on you, and His power will come on you, and He will be called Emmanuel, the Lord with us. വർഷങ്ങൾ പലത് പിന്നിട്ടു, നാളുകൾ പലത് പിന്നിട്ടു, മാസങ്ങൾ പലത് പിന്നിട്ടു, നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടു. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം യെശയ്യാവിലൂടെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യത്തെ തോളിൽ വഹിക്കുന്നവൻ, അവൻ അത്ഭുതങ്ങളുടെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഇന്ന് ഈ പകലിൽ അവൻ അത്ഭുതങ്ങൾ അവസാനിച്ചു പോയി എന്ന് പറയുന്ന പൈശാചിക മണ്ഡലത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു അത്ഭുതത്തിന്റെ ദൈവം, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്ന വെറും രാജാവല്ല, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും അത്രേ. Hundreds of years after the prophecy came, Isaiah says like this, we have been given a child, and the authority has been vested on him. He is the Prince of Peace, he is the miracle worker, and he is the one who is going to crush the head of Satan, and that power was in the blood of Jesus. തിളങ്ങുന്ന കണ്ണുകളുള്ള വിരിഞ്ഞ ചിറകുകളുള്ള എന്റെ ഭാവനയിൽ ഞാൻ പറയുന്നു, എന്റെ ചിന്തയിൽ പറയുന്നു, തിളങ്ങുന്ന കണ്ണുകളുള്ള വിരിഞ്ഞ ചിറകുള്ള തേജസ്സിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയെ നോക്കി മറിയം ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയാകിയാൽ, ഞാൻ അവിവാഹിതയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? വാഗ്ദത്തം നിറവേറണം, വാഗ്ദത്തം നിറവേറിയേ പറ്റത്തുള്ളൂ, വാഗ്ദത്തം നടന്നേ പറ്റത്തുള്ളൂ, പിശാചിന്റെ തല തകർന്നേ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കും? അന്നും ഇന്നും ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് ഒറ്റ മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ, ഇരുളായിരുന്ന ഭൂമിയിൽ എങ്ങനെ ഭൂമി മനോഹരമാകും, എങ്ങനെ സൃഷ്ടിപ്പ് നടക്കും, എങ്ങനെ വിടുതലുണ്ടാകും, എങ്ങനെ വർധനവുണ്ടാകും? ദൈവത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും, എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും. ഇന്ന് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എന്നെ കേൾക്കുന്ന നിനക്കുണ്ടെങ്കിൽ, ആമീൻ, എൻ്റെ ഭർത്താവിൽ എങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാകും, എന്റെ ഭാര്യയിൽ എങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകും, എന്റെ രോഗം എങ്ങനെ സൗഖ്യമാകും, എന്റെ ശുശ്രൂഷ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, എന്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറപ്പെടും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ പൗലോസ് വിളിച്ചു പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഹല്ലേലൂയ. കൈകൾ ചങ്ങലയിലാണെങ്കിലും കാലാമത്തിലാണെങ്കിലും ആമീൻ, പരിശുദ്ധാത്മാവ് എന്റെ മേലുള്ളതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. Glory, hallelujah. Ruba Shabdamana Diaraka. The question Mary had to ask before the angel who was standing in front of her with full glory, she is asking him how this will happen. This was a question which was asked from the beginning, and the only answer which the Lord has to tell to everyone is that because of the power of the Spirit, things will happen. And the Holy Spirit was hovering over the waters. And today, if you are perplexed, if you have some problems in your life, you have many questions before you, and you say that how things will go, how things will happen, and the Lord has only one answer. The power of the Holy Spirit is going to come upon you, and things will happen. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതി. The plan of God where the Lord has set Jesus Christ to save his people from their sins. ഇവിടെയാണ് യേശു ദൈവമാകുന്നത്. It is here Jesus becomes God. ഇവിടെയാണ് യേശു എന്റെ രക്ഷകനാകുന്നത്. It's here Jesus is my savior. കടഭാരം മാറ്റുന്നത് കൊണ്ടല്ല. It's not because he comes down and takes away my debt. രോഗസൗഖ്യം തരുന്നത് കൊണ്ടല്ല. Not just because he heals. ചിലർ ചോദിക്കുന്നു, യേശു എങ്ങനെ ദൈവമാകുന്നു? Some people ask how Jesus is God. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നോക്കി വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശു എന്റെ കർത്താവായത്, യേശു എന്റെ ദൈവമായത്, യേശു എന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ആയി തീർന്നതിന്റെ കാരണം അവൻ എന്നെ എന്റെ പാപത്തിൽ നിന്നും രക്ഷിച്ചവനാകയാൽ. Jesus becomes my God not just because he healed me. Jesus becomes my God not just because he took away my debt. Jesus becomes my personal savior because he took away my sins. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കുവാൻ പലർക്കും കഴിഞ്ഞേക്കാം. Many people can help you if you have some financial struggles. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കുവാൻ If കഴിഞ്ഞേക്കാം. you have some disease, maybe some doctors can heal you. പക്ഷെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ But to save you from your sin, ഒരു മരുന്നുമില്ല, no medicine has been ഒരു invented. മതത്തിനും കഴിയുകയില്ല, No religion can save you. ഒരു വ്യക്തികൾക്കും No കഴിയുകയില്ല. person can save you. നിങ്ങളുടെ ജന്മ കർമ്മ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്ന സത്യവാനും വിശുദ്ധനും ആകുന്ന, വഴിയും സത്യവും ജീവനുമാകുന്ന ഏക നിത്യ സത്യ ദൈവമായ യേശു ക്രിസ്തുവാണ്. The only person who can save you from your sins is Jesus Christ, who is the way, who is the truth, who is the life and resurrection. അതുകൊണ്ടാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. That's why we read in 1 Timothy 1:15, it's a trustworthy statement deserving full acceptance that Christ Jesus came into the world to save sinners, among whom I am the foremost. നിങ്ങൾ അവിടെ ഒരു പദം കണ്ടോ? എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. This is a trustworthy statement deserving full acceptance. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? Why do we preach that everyone has to accept Jesus Christ? കാരണം അവൻ എന്തെങ്കിലും ഈ ലോകത്തിലെ ഭൗതികമായ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് കൊണ്ടല്ല. It's not just because the Lord has helped me in some material area. ഈ ലോകത്തിലെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത ഒരു ഏരിയയിൽ അവൻ എന്നെ സഹായിക്കുന്നു. There is an area in which no person of this world can help me, and there the Lord helps me. അതെന്റെ പാപത്തിൽ നിന്ന്, എന്നെ ബന്ധിച്ചിരിക്കുന്നതായ തിന്മയിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന്, പാപത്തിന്റെ ഇരുളിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുക്കുന്നതാണ്. It's the Lord saving me from the bondage of darkness and sin and delivering me from the clutches of Satan. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമനാണ്. I am the first among the sinners. പക്ഷേ
അവന്റെ പരിശുദ്ധ രക്തം എന്നെ വിമോചിപ്പിച്ചു. But the holy blood of Jesus Christ is ഇന്ന് ഈ redeeming me. സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ When you hear this message right now നിങ്ങൾ today, എത്ര വലിയ കൊടുംപാപിയാണെങ്കിൽ, even if you are the most wretched sinner നിങ്ങൾ of this എത്ര world, വലിയ മദ്യപാനിയാണെങ്കിൽ, even if you are a great drunkard, നിന്റെ കുടുംബം എത്ര വലിയ ശാപത്തിലും ബന്ധനത്തിലുമാണെങ്കിൽ, if your family is in a great debt and curse, യേശുവിന്റെ രക്തത്തിന് കഴുകുവാൻ കഴിയാത്ത ഒരു പാപവും ഈ there ലോകത്തിലില്ല. is no sin in this world which the blood of Jesus cannot cleanse. യേശു കർത്താവിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധനസ്ഥനും ഇന്നെന്നെ കാണുന്നില്ല. No person is seeing me whom cannot be brought out of the bondage which he is in. എന്താണ് ആ രക്തത്തിന്റെ ശക്തി? What's the power of that blood? എബ്രായർ 9:22 എഴുതിയിരിക്കുന്നു. Hebrews 9:22. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. And almost all things are cleansed with the blood according to the law, and without the shedding of the blood there is no forgiveness. നിങ്ങൾ ഈ മെസ്സേജ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപാദാനങ്ങളിൽ അന്യഭാഷ എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ സന്ദേശം കേൾക്കുക. അല്ലാത്തവർ വളരെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കേൾക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുമെന്ന്. When you hear this message, if you are an anointed person, if you have given the gift of speaking in tongues, please speak in tongues, continue speak in tongues as you hear this message. And if you are not anointed, then keep on praising the Lord. I know for very sure that the Lord is going to make something very special through this hearing of this word. കാരണം ഇന്നത്തെ സന്ദേശത്തിൽ തന്റെ പുത്രന്റെ ജീവനോളം വിലയുണ്ട്. Because today's message has a great value as the life of the Son of അവിടെ God. എഴുതിയിരിക്കുകയാണ് സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. It's written there, almost all things are cleansed with the blood. വായ് തുറന്ന് നിങ്ങൾ പറയുമോ, സകലവും, ശകലമല്ല സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. Open your mouth and repeat after me. All things are cleansed by the blood. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ വിമോചനമില്ല. Without the shedding of the blood, there's no forgiveness, there's no freedom. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവർ തിരിച്ചറിയുക, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, വീണ്ടെടുപ്പില്ല, യാതൊരു അനുഗ്രഹങ്ങളുമില്ല. Please make sure that you understand the fact that without the shedding of the blood, there's no redemption, there's no forgiveness, and there's no blessing at all. ഇത് വിശുദ്ധ ബൈബിളിന്റെ പ്രാരംഭ സമയം മുതൽ, ഉൽപ്പത്തി പുസ്തകം മുതൽ നാം കാണുന്ന യാഥാർത്ഥ്യമാണ്. This mystery or this truth is revealed right from the book of Genesis, and it is expounded throughout. എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ വിടുതലുകളുടെയും എല്ലാ വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെയും പ്രസ്തുത ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്ന പല മേഖലകളുടെയും പിറകിൽ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. All the blessings, all the glory which was manifested to men, all the revelations, all the things good things which were given to the humans, behind that there was the shedding of the blood. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കായീനും ഹാബേലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പശ്ചാത്തലം കാണാം. Cain and Abel are worshiping the Lord in Genesis. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ Genesis 4:2 following, വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. Bible says like this. പിന്നെ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായിരുന്നു. കായീനും ഹാബേലും, കായീൻ കൃഷിക്കാരനായിരുന്നു, ഹാബേൽ ആട്ടിടയനായിരുന്നു. And it's written like this, and again she gave birth to his brother Abel. Now Abel was a keeper of the flocks, but Cain was a cultivator of the ground. എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവ കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. And it's written there, Abel on his part also brought an offering, and the Lord had regard for Abel and his offering, but for Cain and his offering he had no regard. ഇതിനെക്കുറിച്ച് വളരെ ആഴമേറിയ ഒരു പഠനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് കായീന്റെയും ഹാബേലിന്റെയും ആരാധന രീതിയെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. I have given a very profound and deep study of this offering and worship by Cain and Abel. എന്നാൽ എന്തുകൊണ്ട് ദൈവം ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിച്ചു? Why the Lord was impressed in the worship of Abel? കാരണം പച്ചക്കറിക്കകത്തുനിന്ന് രക്തം ഒഴുകിയില്ല, ഹാബേലിന്റെ ആടിൽ നിന്ന് മാത്രമാണ് രക്തം ഒഴുകിയത്. The plain fact is that no blood came from the vegetables, but from the slain lamb of Abel
blood came out. ഹാബേലിന്റെ യാഗത്തിൽ ഒരു 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 ആട് യാഗമായി തീർന്നപ്പോൾ അവിടെ രക്തം ഒഴുകുവാനിടയായി. When Abel offered a sacrifice using a lamb, there was bloodshed. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ അവൻ വിശുദ്ധനായിരുന്നു, അവൻ തേജസ്സിൽ നിറയപ്പെട്ടവനായിരുന്നു. തേജസ്സും അവനെ ദൈവം അണിയിച്ചിരുന്നു, അവന്റെ വസ്ത്രം തന്നെ തേജസ്സായിരുന്നു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ, പിശാചിന് അധീനനായതോടുകൂടെ അവൻ പൊല്യൂട്ടഡായി, അവൻ അശുദ്ധനായി, അവന്റെ രക്തത്തിൽ തന്നെ പാപമുണ്ടായി. In the beginning, when the first humans sinned against the Lord, they lost the glory which once they clothed, and even in their blood that a stain was there. It was totally polluted and corrupted. കായിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. And Cain's offering was accepted by the Lord. അവിടെയും രക്തം ഒഴുകുവാനിടയായി. In Abel's offering, there was a shedding of the blood. നോഹ ദൈവസന്നിധിയിൽ കഴിച്ച യാഗത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ ദൈവം ശപിച്ച ശാപങ്ങൾ അനുഗ്രഹമായി തീർന്നത്. The curse which the Lord was put upon the earth was revoked, and it was turned into a blessing just because Noah offered the sacrifice before the Lord. കാരണം പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും ദൈവം ഉപയോഗിച്ചവരും അവനുമായി യാഗം കഴിച്ച് ഉടമ്പടി ചെയ്തവരായിരുന്നു. All the saints of the Lord and servants of the Lord which were used in the Old Testament, they had a covenant with the Lord by offering sacrifice and shedding of the blood. ദൈവത്തിനായി യാഗം കഴിച്ച് അവനുമായി ഉടമ്പടി ചെയ്ത ജനത്തെയാണ് അവൻ അത്ഭുതകരമായി നടത്തിയത്. The people who were led so miraculously through the wilderness journey was just because of the fact that they made a covenant with the Lord with the shedding of the blood and sacrifice. ശാപം അനുഗ്രഹമായ പശ്ചാത്തലം നോഹയുടെ കാലത്ത് നോഹയെ, അവന്റെ തലമുറയെ, അടുത്തടുത്ത ജനറേഷൻസിനെ ദൈവം ബ്ലസ് ചെയ്ത പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. Let's turn our attention to how the Noah was offering a sacrifice and made a covenant with the Lord, and how the consequent generations were blessed by the Lord. നിങ്ങൾ മറന്നു പോകരുത്, ഹാബേൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു ആട്ടുകൊറ്റൻ അറുക്കപ്പെട്ടത് മറന്നു പോകരുത്. Do not forget the fact that Abel was blessed because a lamb was slain on his behalf. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, Genesis 8:18 following, if you read, ദയവായിട്ട് ആ ഭാഗത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വായിക്കാൻ ശ്രദ്ധിക്കാം. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതിജാതികളായി സ്തോത്രം പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ നോഹയുടെ കുടുംബം 8 പേർ. ഒരു വലിയ പ്രളയത്തിന് ശേഷം, ഒരു വലിയ ന്യായവിധിക്ക് ശേഷം നോഹയും കുടുംബവും പുറത്തേക്കിറങ്ങുകയാണ്. വെളിയിലേക്കിറങ്ങിയ നോഹ ആദ്യം ചെയ്തത്, Noah builded an altar unto the Lord. ദൈവത്തിനായി, യഹോവയ്ക്കായി ഒരു യാഗപീഠത്തെ നോഹ പണിയുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും, ശുദ്ധിയുള്ള സകല പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്റെ മേൽ ഹോമയാഗമായി അർപ്പിച്ചു. 21-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. യഹോവ സൗരഭ്യവാസനമാണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാ. മനുഷ്യന്റെ ബാല്യം മുതൽ അവന്റെ മനോനിരൂപണം, അവൻ ശരിക്കും പറഞ്ഞാൽ അവനിൽ ഓടുന്നത് നല്ല രക്തമല്ല, അവനിൽ ഓടുന്നത് നല്ല ഗുണമല്ല. സ്തോത്രം 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 സ്തോത്രം. ചില ആൾക്കാർ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്തോത്രം സ്തോത്രം, രക്തത്തിലുള്ളതല്ലേ അവൻ കാണിക്കത്തുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കുക ദൈവത്തിന്റെ മക്കളെ, അവന്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കത്തില്ല. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകത്തില്ല. ഇനി ഞാൻ ഭൂമിയെ പ്രളയത്താൽ നശിപ്പിക്കുകയില്ല. ഇനി ഞാൻ എൻ്റെ ജനത്തെ തകർക്കുകയില്ല. എന്താണ് ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റിയതിൻ്റെ കാരണം? ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ ദൈവജനം തിരിച്ചറിയണം, യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. ദൈവം, എൻ്റെ ചിന്തയിൽ പറഞ്ഞ ദൈവം തൻ്റെ ഹൃദയത്തിൽ, ഗോഡ് ഡിസൈഡഡ്, ദൈവ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തത് തൻ്റെ മനസ്സിലാണ്. ഇന്ന് ഈ സന്ദേശം
കേൾക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയുക, യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന, യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ചിലർക്ക് വേണ്ടി ദൈവം ചിലത് തൻ്റെ ഹൃദയത്തിൽ കുറിച്ചിട്ടുണ്ട്. അവന്റെ ഹൃദയത്തിൽ അവൻ നിരൂപിച്ചിട്ടുണ്ട്. തൻ്റെ ഹൃദയത്തിൽ അവൻ സംഗ്രഹിച്ചതും തൻ്റെ ഹൃദയത്തിൽ അവൻ നിരൂപിച്ചതും ആമീൻ സ്തോത്രം അവൻ പ്രാവർത്തികമാക്കും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഒന്നും കൂടെ ആഴമായി പറയാം, കുഞ്ഞെ, മോനെ, മോളെ, നിന്റെ അപ്പൻ നിന്റെ മനസ്സിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ അമ്മയുടെ മനസ്സിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന ചതിയന്മാരുടെ മനസ്സിൽ കണ്ടിട്ടില്ലാത്തത്, നിന്റെ ദൈവം നിന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്തത് അവന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട്. അവന്റെ ഹൃദയത്തിൽ അവൻ എന്ത് തീരുമാനിച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ തീരുമാനത്തെ മന്ത്രവാദിയെ നിനക്ക് മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ തീരുമാനത്തെ ആഭിചാരകനെ നിനക്ക് നീക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ തീരുമാനത്തെ ഇവിടുത്തെ ഓരോ അസൂയക്കാരനും മാറ്റാൻ കഴിയത്തില്ല. അവൻ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമാകയാൽ അവന്റെ കരം ചലിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? ഹല്ലേലൂയ, Praise Lord, praise Lord. Glory to God, hallelujah. അതുകൊണ്ട് ഈ ഭാഗത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ദൈവം തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. ദൈവം ഒന്നും കൂടെ വായി തുറന്ന് പറഞ്ഞാട്ടെ, ദൈവം തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. വാ കൊണ്ടല്ല അരുളി ചെയ്തത്, വാ കൊണ്ടല്ല പറഞ്ഞത്, എല്ലാവരും കേൾക്കുകയല്ല പറഞ്ഞത്, ഹൃദയത്തിൽ തീരുമാനിച്ചു. ദൈവത്തിന്റെ മനസ്സിൽ ദൈവം ഒരു തീരുമാനമെടുത്തു. ഇന്ന് ഈ സന്ദേശം കാണുന്ന ഏതൊക്കെയോ വ്യക്തികളെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്നെ കുറിച്ച് ചില കാര്യങ്ങൾ തമ്പുരാന്റെ ഹൃദയത്തിനകത്ത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്, ചിലത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ നടക്കത്തുള്ളൂ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യെസ് മാൻ ഓഫ് ഗോഡ്, യെസ് മാൻ ഓഫ് ഗോഡ്, യെസ്. The Lord smelled the sweet aroma in his heart and said, I will not again curse the ground. The crux of the message, the most important thing which you need to understand here is that after the judgment, after the flood, the first thing this man Noah did was he gave a sacrifice to the Lord. And the Lord began to think in his heart that I will never again curse. How the curse was turned into a blessing, how the judgment was turned into a blessing because of the sacrifice. And the Lord began to think in his heart that I will not go, I will not curse once again. And to those who hear this message, what I want to say is that the Lord is going to think something, the Lord is going to plan something deep in his heart. Nobody will be hearing it, he is not proclaiming it loud. He is going to think and plan in his heart, and he is going to make that plan successful and fulfill that plan in your life. ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും ഇന്നിപ്പോൾ ഈ 12 ആയപ്പോ ഉച്ചയ്ക്ക് 12:10 ആകുന്നു അല്ലേ? ഇപ്പോ സമയം 12:10 ആകുന്നു ഇന്ത്യയിൽ. ഈ നിമിഷം വരെ നല്ല വെട്ടമുണ്ടല്ലേ? ഈ വെളിച്ചം എവിടുന്ന് വന്നയാണെന്നറിയാമോ? വേനൽ എവിടുന്ന് വന്നയാണെന്നറിയാമോ? വർഷം എവിടുന്ന് വന്നയാണെന്നറിയാമോ? മഴ സീസൺ എവിടുന്ന് വന്നയാണെന്നറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വേനലും വർഷവും ആമീൻ ശീതവും ഉഷ്ണവും ഭൂമിയുള്ള കാലത്തോളം വിതയ്ക്കുന്നതിനകത്ത് കൊയ്ത്തുമൊക്കെ എവിടുന്ന് വന്നയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ കഴിച്ച യാഗത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ വാ തുറന്ന് പ്രസ്താവിച്ച ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണമായി ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹം. അതിന്റെ പിറകിലും ഒരു യാഗമുണ്ട്, ഒരു രക്തച്ചൊരിച്ചിലുണ്ട്. Amen. In verse 22 we read, while the earth remains, seed time and harvest, cold and heat, summer and winter, and day and night shall not cease. All the things which we enjoy today, all the blessings which we enjoy today just came from one man's sacrifice before the Lord. We enjoy the good sunshine, we enjoy good seasons, we enjoy good rain. It all came just from that person who offered a sacrifice and shed the blood before the Lord, and the Lord blessed it. നിങ്ങൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ദൈവം പ്രസാദിച്ച എല്ലാ യാഗത്തിനകത്തും തീ ഇറങ്ങിയിട്ടുണ്ട്. When you understand and study the scriptures, you can understand one fact that whenever the Lord favored a sacrifice, fire came from heaven. രക്തം ചൊരിഞ്ഞാൽ മാത്രം പോരാ, not just the shedding of the blood, that's enough. ആടിന്റെ രക്തം ഒഴുകിയാൽ മാത്രം പോരാ, not just the God's blood should be shed on the altar. ആ യാഗം പൂർണ്ണമാകുന്നത് തീയും കൂടെ വെളിപ്പെടുമ്പോഴാണ്. The sacrifice becomes complete when
fire is revealed from heaven. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 6-ന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ആ 13-ാമത്തെ വാക്യം മാത്രം വായിക്കാൻ പോവുകയാണ്. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. That's why we read in Leviticus 8:13 that 6:13 that fire shall be kept burning continually on the altar. It's not to go out. നിങ്ങൾ ഈ വെളിപ്പാടൊന്ന് ശ്രദ്ധിക്കണമേ. Just understand this revelation. യാഗപീഠത്തിൽ തീ ഉണ്ടാകണം. Always, at all point of time, there should be fire on the altar. നോഹ കഴിച്ചത് ഹോമയാഗമാണ്. Noah was offering a sacrifice before the Lord. ഹോമയാഗം കഴിക്കണമെങ്കിൽ തീ വേണമെന്ന് ഈ ലേവ്യ പുസ്തകം 6-ന്റെ തൊട്ട് മേളിലുള്ള 8 മുതലുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്. The burning sacrifice a person offers before the Lord, there should be fire always on the altar. അതുകൊണ്ടാണ് അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ തീയും കത്തിയും കൊണ്ടുപോയത്. That's why when Abraham was sacrificing Isaac, he had with him the knife as well as the fire. കത്തി മാത്രം കൊണ്ട് കുറെ കത്തി വെച്ചിട്ട് പോകാനേ പറ്റത്തുള്ളൂ. തീ ഇല്ലാതെ യാഗം നടക്കത്തില്ല. You cannot have a sacrifice with just knife. You can do something with that. You can cut it into pieces. That's all. Without the fire, it will not help. യാഗം നടക്കണമെങ്കിൽ കത്തിയും തീയും വേണം. If a sacrifice need to be complete, there need to be fire as well as the knife. ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചയിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ച മാംസങ്ങളെയും വിട്ടുവിക്കുന്നത് വരെ തുളച്ചു കയറുന്നതാകുന്നു. The word of the Lord is a twin-edged sword, and it will pierce through the spirit, it will pierce through the soul, it will pierce through each and every parts of the body. ഏലിയാവ് യാഗം കഴിച്ചപ്പോൾ തീ ഇറങ്ങി യാഗപീഠത്തിൽ വന്നു. When Elijah offered a sacrifice, fire came from heaven. അപ്പോൾ രക്തം ഒഴുകിയാൽ മാത്രം പോരാ, പുറകിൽ തീയും വരണം. Not just the shedding of the blood that's important, fire has to accompany. അപ്പോഴാണ് ആ യാഗം പൂർണ്ണമാകുന്നത്. Then only the sacrifice becomes complete. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ When you understand clearly the word of God, യേശു കർത്താവ് യാഗമായി. Jesus Christ was on the cross becoming a sacrifice. ആ യാഗത്തിന്റെ 50-ാമത്തെ ദിവസം On the 50th day after the sacrifice, ശിഷ്യന്മാർ മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോൾ the people of the God, the disciples were assembled in the house. ആ യാഗത്തെ പൂർണ്ണമാക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു. That sacrifice was completed by fire coming down from heaven. ആ പിളർന്ന അഗ്നിനാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായപ്പോൾ ആ യാഗവും പൂർണ്ണമായി The tongues of fire appeared on them, and that sacrifice was complete. Thank you Lord Jesus. Hallelujah. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ യാഗത്തിന് ശേഷം പരിശുദ്ധാത്മാവ് തീയാൽ പിളർന്ന അഗ്നിനാവുകളാൽ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോഴല്ലേ ചർച്ച് ഇനാഗുറേറ്റ് ചെയ്തത്. Church was inaugurated after the sacrifice, after the fire came down from heaven. Church was inaugurated. ദൈവസഭ എന്ന് പറയുന്നത് കമ്മിറ്റി കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല, തല കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല, ബുദ്ധി കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല, ഡോളർ കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല, പണം കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല, നിന്റെ തന്റെടോ കമ്മിറ്റിയും കയ്യാങ്കളിയും കൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തതല്ല. ഇത് അഭിഷേകത്തിന്റെ തീ കൊണ്ട് ആരംഭിച്ചതാണ്. The church of God is not inaugurated by any committee. It's not inaugurated by the dollar power. It was inaugurated by the fire of the Holy Spirit which descended on the disciples. Hallelujah. പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ തീയാൽ ദൈവസഭ ആരംഭിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് മൈ ഡിയർ പാസ്റ്റർ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, "Do not quench the Holy Spirit." ആത്മാവിനെ കെടുക്കരുത്. ഈ മലയാളത്തിൽ ഈ കെടുക്കരുതെന്ന് എഴുതിയിരിക്കുന്ന ആരെഴുതിയാന്ന് എനിക്കറിയത്തില്ല. ആ കെടുക്കരുതെന്നുള്ളത് അങ്ങ് വായിച്ചപ്പോ എല്ലാവരും അങ്ങ് കെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തെറ്റിപ്പോയാ എഴുതിയത്, കെടുത്തരുതെന്നാണ്. കെടുക്കരുതെന്നൊരു വാക്കുണ്ടോ? കെടുക്കരുത്, അങ്ങനെ മലയാള ലിപിയിൽ ഒരു വാക്കുണ്ടോ? പണ്ടുണ്ടായിരുന്നല്ലേ, അന്നത്തെ കാലത്ത്. ഞാൻ പഠിച്ചിട്ടില്ല. കെടുത്തരുതെന്ന് എനിക്കറിയത്തുള്ളൂ. സ്തോത്രം. ഈ കെടുക്കരുതെന്ന് പറയുന്നതും കെടുത്തരുതെന്ന് പറയുന്ന ഒന്നല്ലേ? Do not quench not the Holy Spirit. അപ്പം കെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തിനാ? മോനെ ആ തീ അങ്ങ് കെടുത്തിയരടാ.
സ്തോത്രം. കെടുത്തുന്നത് തീയല്ലേ? What do you mean by quenching? കെടുത്തുന്നത് തീയല്ലേ? You are quenching the fire. സ്തോത്രം, സ്തോത്രം. ആത്മാവിനെ കെടുത്തരുത്. Do not quench the spirit. ഇത് ഒരുവന്റെ ജീവന്റെ വിലയാണ്. Oh, this is it has the value of one man's full life. So do not quench it. മനുഷ്യന്റെ ശാപത്തെ മാറ്റാൻ, രോഗത്തെ മാറ്റാൻ, ദൈവസഭ ഇവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ, മാനവകുലത്തെ വീണ്ടെടുക്കാൻ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്ന അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിന്റെ പിറകിൽ വെളിപ്പെട്ട തീയാണ്. ഈ തീയെ കെടുത്തരുത്. I mean, a person, Jesus Christ, blood on the cross to take away the sin of the people in order to give the blessing to whole humanity. And it was this spirit which came as a completion of that great sacrifice. So do not quench it, because it has the value of Jesus Christ's life. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ ആദം, ഫസ്റ്റ് ആദം, ദൈവം സൃഷ്ടിച്ച, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ തേജസ്സിനാൽ ദൈവം നിറച്ച് ദൈവം സൃഷ്ടിച്ച ആ ആദത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മണവാട്ടിയെ എടുക്കേണ്ടതിനായി അവന്റെ വാരിയിലിൽ നിന്ന് ഒരു എല്ല് പുറത്തെടുക്കേണ്ടി വന്നു. The first Adam, which was created in the image and likeness in the Garden of Eden, to give him a good bride, the Lord had to operate his side and take away a bone so that he will turn it into a good bride for the bridegroom. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, അവിടെ ആദത്തിൽ രക്തം പൊടിഞ്ഞിട്ടുണ്ടാകും. And of course, blood would have come out in that operation. ഒരു മനുഷ്യന്റെ വാരിയല്ല പുറത്തെടുക്കണമെങ്കിൽ ഞാൻ മാനുഷികമായിട്ട് ചിന്തിക്കുന്നു. ഞാൻ അങ്ങ് ഭയങ്കര സൂപ്പർ നാച്ചുറൽ തലത്തിലൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ മാനുഷികമായി ചിന്തിക്കുന്നു. ഒരു മനുഷ്യന്റെ, ആദം മനുഷ്യനാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഓക്കെ, ആദത്തിന്റെ ഞരമ്പിലൂടെ ഓടുന്നത് പച്ചവെള്ളമല്ല, രക്തമാണ്. മുന്തിരിച്ചാറല്ല, രക്തമാണ്. ആദത്തിന്റെ വാരിയൽ എടുക്കണമെങ്കിൽ അവിടെയും ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സർജറി നടന്നിട്ടുണ്ട്. ആ രക്തച്ചൊരിച്ചിലിനാൽ അവന്റെ മണവാട്ടിയായ ഹൗവ പുറത്തു വന്നു. ഒന്നാമത്തെ ആദത്തിന്റെ വിലാപ്പുറം വാരിയിൽ തകർക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ പുറത്തെടുത്തപ്പോൾ, തുളയ്ക്കപ്പെട്ടപ്പോൾ അവന്റെ മണവാട്ടിയെ ദൈവം പുറത്തെടുത്തു. ഒടുവിലത്തെ ആദമായ ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായിട്ട് ഒരു പടയാളി വന്നവന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി ആ വിലാപ്പുറം തകർക്കപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ രക്തവും വെള്ളവും പുറത്തു വന്ന് സകലതും നിവർത്തിയായി കഴിഞ്ഞപ്പോൾ അവന്റെ മണവാട്ടിയും പുറത്തു വന്നു. അതാണ് ദൈവത്തിന്റെ സഭ. Amen, amen, amen. The first Adam was given an operation, and of course there will be a shedding of the blood that has already happened when the bride came out from Adam. And the same happened on the cross when Jesus was on the cross, and the soldier came and pierced his side, and of course blood and water oozed from that, and from that came out the church, which is Jesus Christ bridegroom. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, all the servants of the Lord and people of God who is hearing me എല്ലാ today. ദൈവിക അനുഗ്രഹത്തിന്റെയും എല്ലാ ദൈവിക വിടുതലിന്റെയും എല്ലാ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെയും പിന്നിൽ ഒരു യാഗം നടന്നിട്ടുണ്ട്. Behind every blessing, behind everything, every good thing which the Lord has given to his people, behind every blessing there is a sacrifice happened behind ഇനി it. ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ ഒരാട്ടുകൊറ്റന്റെയോ കാളക്കിടാവിന്റെയോ യാതൊന്നിന്റെയോ രക്തം ഒഴുകണ്ട. There is no more a calf or a lamb which should be slain for your redemption from your sin. ഇനി യാതൊരു യാഗത്തിന്റെയും ആവശ്യമില്ല. No sacrifice is once again needed. കാരണം എബ്രായർ 10:4 എഴുതിയിരിക്കുകയാണ്. Hebrews 10:14 it's clearly said like this. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. The calves and the other animals cannot take away the sins of the people. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ, വളരെ മനസ്സിലാക്കേണ്ടതായ ഒരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ്. One of the most significant things which you need to get from here, I am leading you towards ഇവിടെ that. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്തിന് പാപത്തെ നീക്കുവാൻ കഴിയുന്നതല്ല.
For it is impossible for the blood of bulls and goats to take away the sins. അപ്പൊ പഴയ നിയമത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? So what happened in the Old Testament? ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് വരുന്നു. Once in a year, the high priest goes into the most holy place. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കുന്നു. He actually sacrifices for the sins of the whole people. ഇതെല്ലാം വരുവാനിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തിയുടെ നിഴലായിരുന്നു. All these things are just a symbols of what is to come. ആ നിമിഷം അവരുടെ പാപങ്ങൾ ശരിക്കും മറയ്ക്കപ്പെടുകയായിരുന്നു. At that point of time, their sins are just covered only. ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെയും രക്തത്താൽ പാപങ്ങൾ മറയ്ക്കപ്പെട്ടു. The blood of bulls and goats were able to make the sins covered. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പാപങ്ങൾ മായ്ക്കപ്പെട്ടു. But through the blood of Jesus Christ, the sins are totally blotted out. ഇത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. There are great differences between these two things. മറയ്ക്കുക, Cover up, മായ്ക്കുക. blot out. എവിടെയാണ് മായ്ക്കുക എന്ന പദം എഴുതിയിരിക്കുന്നത്? Where is blot out? Here. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ Colossians 2:14-15. അവിടെ എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളൊക്കെയും നമ്മളോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വായി തുറന്ന് പറയുക, യേശുവിന്റെ രക്തം എന്റെ പാപങ്ങളെ മറച്ചതല്ല, യേശുവിന്റെ രക്തം എന്റെ പാപങ്ങളെ മായിച്ചു. Colossians 2:14-15 says, having cancelled the certificate of debt consisting of decrees against us, which was hostile to us, and he has taken it out of the way, having nailed it on the cross. Open your mouth and say, the blood of Jesus Christ did not just cover my sins. The blood of Jesus Christ blotted out, totally erased my sins. മറച്ചു വെച്ചതിനെ പിന്നെയും കൊണ്ടുവരാം. Something which is covered up, it could come up once again. അതുകൊണ്ടാണ് വർഷത്തിൽ ഇത് പൊങ്ങി വരുന്നോണ്ടാണ് പിന്നെയും നടത്തുന്നത്. That's why every year it's coming up and yearly they celebrate that. പക്ഷേ യേശുവിന്റെ രക്തം നിന്നെ വീണ്ടെടുത്തത് 1 കൊല്ലത്തേക്കല്ല, 5 വർഷത്തേക്കല്ല. യേശുവിന്റെ രക്തം നിന്നെ വീണ്ടെടുത്തത് ഒരിക്കലായി എന്നേക്കുമായിട്ടാണ്. But the blood of Jesus did not just cleanse you for one time, not just for 1 year. The Lord has cleansed you and taken away your sin for eternity. യേശുക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. Jesus Christ is the slain lamb of God. ഇത് യേശുവിന്റെ നിഴലായിട്ട് നടന്നതൊന്നാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ചിന്തിക്കാൻ കൊള്ളാവുന്ന, പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഗം, വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഭാഗം കർത്താവിന്റെ ദാസൻ ജിജി പാസ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ പോവാണ്. ലേവ്യയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 20, 21, 22 വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. നിങ്ങളൊരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ അതൊന്ന് കണ്ടാൽ നന്നായിരിക്കും. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. ജീവനോടിരിക്കുന്ന ഒരു കോലാട്ടുകൊറ്റനെ കൊണ്ടുവരും, ഒരു ആടിനെ കൊണ്ടുവന്നിട്ട് അഹരോൻ എന്ന പുരോഹിതൻ 2 കൈയും ഈ ആടിന്റെ തലയിൽ വെക്കും. വെച്ചിട്ട് അവിടെ നിൽക്കുന്ന സകല ജനത്തിന്റെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളും സകല ലംഘനങ്ങളും ഏറ്റുപറഞ്ഞ് ഈ കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തും, ഈ ആടിന്റെ മേൽ ചുമത്തിയിട്ട് നിയമിക്കപ്പെട്ട ഒരാളുടെ കയ്യിൽ കൊടുത്തുവിടും. മരുഭൂമിയിലേക്ക് ഇതിനെ ഏകനായി ഒറ്റയ്ക്ക് ഈ ആടിനെ അയക്കും. അതിങ്ങനെ കുറെ ദൂരെ പോയി മരുഭൂമിയുടെ ഏകാന്തതയിൽ അകപ്പെട്ട് വഴിയറിയാതെ ഉഴലുമ്പോൾ ദുഷ്ടമൃഗങ്ങൾ, ചെന്നായ്ക്കൾ അതിനെ വന്ന് ആക്രമിക്കും. പാട്ടിൽ നമ്മൾ കേട്ടിട്ടില്ലേ, കാട്ടു ചെന്നായി കൂട്ടമായ ഒരാടിനെ പിടിച്ചപ്പോൾ, ക്രൂരരടിച്ചപ്പോൾ ചൊരിഞ്ഞ രക്തമേന്നൊക്കെ പാടിയിട്ടില്ലേ? ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമോ? ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ 2 കൈയും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളും സകല ലംഘനങ്ങളും ഏറ്റുപറഞ്ഞ് ഈ കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തും. എന്നിട്ട് മരുഭൂമിയിലേക്ക് ഏകനായി വിട്ടയക്കും. ആരുടെയിൽ കൊടുത്തു വിടും. പിന്നെ അതിനെ അതിൽ നിന്ന് ലീഷിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിനെ മരുഭൂമിയിൽ വിട്ടയക്കും. പോയ വ്യക്തി തിരിച്ചു വരും. വഴിയറിയാതെ, ഇടമറിയാതെ ഈ ആട്ടുകൊറ്റൻ അലഞ്ഞുഴലുമ്പോൾ ചെന്നായി കടന്നു വന്നതിനെ ആക്രമിച്ച് സ്തോത്രം അതിന്റെ രക്തമൊഴുകുമ്പോൾ അവർ വിശ്വസിച്ചിരുന്നു, ഈ ആടിന്റെ തലയിൽ ചുമത്തിയ
സകല കുറ്റങ്ങളും സകല പാപങ്ങളും സകല ലംഘനങ്ങളും അങ്ങനെ ക്ഷമിക്കപ്പെട്ടു എന്ന്. എന്നാൽ ഇത് യാഥാർത്ഥ്യമായില്ലേ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ? ഇത് യാഥാർത്ഥ്യമായില്ലേ കാൽവരി ക്രൂശിൽ തന്റെ ഏകജാതനായ പുത്രനെ, ഹല്ലേലൂയ, ആരാധനയിൽ വസിച്ചവനെ, യോഗ്യനായവനെ, സർവശക്തനായവനെ, താൻ മാത്രം അമർത്യതയുള്ളവനെ, അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിച്ച ഏക മകനെ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ ഈ ദുഷ്ടലോകത്തിലേക്ക് പിതാവായ ദൈവം അയച്ചില്ലേ? എന്റെയും നിങ്ങളുടെയും എനിക്കും നിങ്ങൾക്ക് മുൻപിലുള്ള ആദം തുടങ്ങി സകല മനുഷ്യരുടെയും, ഹല്ലേലൂയ, ഇനി ജനിക്കാനിരിക്കുന്നവരുടെയും ഇനി ജീവിക്കാനിരിക്കുന്നവരുടെയും സകലരുടെയും പാപവും ശാപവും രോഗവും തകർച്ചകളും അവന്റെ മേൽ ചുമത്തി. കണ്ടാൽ അറിയില്ല എന്ന് തോന്നുമാർ അവൻ വിരൂപമായി. അവനെ ആരും ആദരിച്ചില്ല. പലരും അവനെ കാർക്കിച്ചു തുപ്പി, അവനെ പരിഹസിച്ചു. അവന്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറി, കാട്ടു ചെന്നായി കൂട്ടമായ ഒരാടിനെ പിടിക്കുന്നത് പോലെ അവനെ ആക്രമിച്ചു. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ തലയിൽ, യേശു ക്രിസ്തു എന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ തലയിൽ എന്റെയും നിങ്ങളുടെയും സകല പാപവും ശാപവും രോഗവും മരണവും ചുമത്തിക്കൊണ്ട് പിതാവായ ദൈവം അവനെ അയക്കുമ്പോൾ ഇന്ന് ആ കാഴ്ച എത്ര പേർക്ക് ആത്മാവിൽ ഒന്ന് കാണാൻ പറ്റും? കാട്ടുചെന്ന കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോ, കാട്ടുചെന്ന കൂട്ടമായോ രാടിനെ പീഡിച്ചപ്പോ, കൂട്ടമായി ദുഷ്ടരടിച്ച പോൾ ചൊരിഞ്ഞ കൂട്ടമായി ദുഷ്ടരടിച്ച പോൾ ചൊരിഞ്ഞ രക്തമേ. എന്നാൽ എബ്രായർ 10:4 ഈ സംഭവത്തെ അറിയാവുന്ന പൗലോസ്, ഈ സാഹചര്യത്തെ അറിയാവുന്ന പൗലോസ് പറയുകയാണ്, ഇനി കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ പറ്റത്തില്ല, മറയ്ക്കാനേ പറ്റത്തുള്ളൂ, മായ്ക്കാൻ പറ്റത്തില്ല, എന്നേക്കുമായൊരു വീണ്ടെടുപ്പ് സാധിക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പാപങ്ങളെ മായിച്ച, എന്നെ എന്നേക്കുമായി വീണ്ടെടുത്ത ഒരു രക്തമുണ്ട്. അതാണ് യേശുവിൻ്റെ പരിശുദ്ധ രക്തം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് സമാഗമന കൂടാതെ 21-ാമത്തെ വാക്യം, ഇപ്പൊ വായിച്ച 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ദേവദാസനെ? ലേവ്യ പുസ്തകം 16-ന്റെ 21-ാമത്തെ വാക്യം. യെസ്, കം ഓൺ. ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെയൊക്കെയും ശൂന്യ പ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടേണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വലിയ ഒരു വെളിപ്പാടിനെ, അല്ലെങ്കിൽ വർഷങ്ങളായി നടന്നു വന്നിരുന്ന ഈ വലിയൊരു ആചാരത്തെ പൂർണ്ണമാക്കുവാൻ, കംപ്ലീറ്റ് ചെയ്യുവാൻ, നിഴലായി നടന്നതിനെ പൊരുളാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ ഏക മകൻ, അറുക്കപ്പെട്ട കുഞ്ഞാടായ ലാംബ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഏകപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. ഈ സത്യത്തെ ഞാൻ ചിന്തിക്കായിരുന്നു. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വെളിപ്പാടിന്റെ ആധിക്യം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന പദങ്ങളാണ്, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒരൊറ്റ വാക്കിൽ വർഷങ്ങളായി ആചരിച്ചു വന്ന, വർഷങ്ങളായി നടന്നു വന്ന സകല സംഭവങ്ങളെയും ഒരൊറ്റ വാക്കിനകത്ത് പൗലോസ് ഒതുക്കി കേട്ടോ. അതാ 1 കൊരിന്ത്യർ 5:7, അവർ പാസ്ഓവർ ലാംബ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ. എനിക്കായി നിങ്ങൾക്കായി അറുക്കപ്പെട്ട, തകർക്കപ്പെട്ട പെസഹ കുഞ്ഞാട്. യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ അനേകർ സ്നാനമേറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട്, ഡിസൈൻ ചെയ്തുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാ വരുന്നു,
ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് പതിർക്കെടാതെ തീയിലിട്ട് നശിപ്പിച്ചു കളയുന്നവനാണ്. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. സഹോദരങ്ങളെ, യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വെളിപ്പാട് അതായിരിക്കണം. കേവലം എന്തോ അത്ഭുതങ്ങൾ കാണിക്കുന്നവൻ, എൻ്റെ വിഷയങ്ങളിൽ എന്തോ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോകുന്നവൻ, എനിക്ക് മനസ്സമാധാനം തരുന്ന ദൈവങ്ങളിൽ ഒരു ദൈവം. നോ, he is the son of God. He is the lamb of God. He is the living God. No other name to receive the salvation. No other name to receive the redemption. There is only one name to receive the salvation and the eternal life. That name is Jesus Christ. That name is Jesus Christ. There is no many mediators. There is only one mediator. That name is Jesus Christ. That name is Jesus Christ. That name is Jesus Christ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. Hallelujah. Glory to God. Yes, my pastor. Come on, translate it there. Throughout the Old Testament, we have seen that on the day of atonement, there was one lamb which was taken into the wilderness, and all the sins of the people are imputed on that lamb. And clearly in the New Testament, Paul says that lamb which was led astray into the wilderness is this lamb, that is Jesus Christ. And he clearly says that our Passover lamb is slain. There are no different names to be saved. There are no many names and many ways so that you can attain salvation. There is only one name, and that name is Jesus Christ, who shed his blood for you so that you may be redeemed. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള ഭാഗങ്ങളിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കൊലോസ്യർ 1:20 മുതൽ, യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ക്രിസ്തു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. Colossians 1:20 forward says, and through him to reconcile all things to himself, whether things on earth or things in heaven, having made peace through the blood of his cross. And although you were previously alienated and hostile in attitude, engaged in evil deeds, yet he has now reconciled you in his body of his flesh through death, in order to present you before him holy and blameless and beyond reproach. വായ്കൾ തുറന്ന് പറയുക, യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. Open your mouths and say, through the blood of Jesus Christ, the Lord has made peace. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് ഒരു അസമാധാനമുണ്ടെങ്കിൽ, സമാധാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ആകുല ചിന്തകളാലും ഭയത്താലും ആശങ്കകളാലും നിങ്ങൾ വലഞ്ഞിരിക്കുന്നെങ്കിൽ, ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അറിയിക്കുകയാണ്. കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് മുൻപ് പാസ്റ്റർ ജിജി മോഹൻ നിങ്ങളോട് ഭയപ്പെടേണ്ട, ദൈവവചനം അനുസരിക്കുന്നവൻ ആകുലപ്പെടേണ്ട എന്നുള്ള സന്ദേശം അറിയിച്ചെങ്കിൽ, ഈ വചനവും അതിനകത്ത് കയറി കണക്ട് ചെയ്യപ്പെടുകയാണ്. യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ പാപവിമോചനം മാത്രമല്ല, യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ റിഡംഷൻ, വീണ്ടെടുപ്പ് മാത്രമല്ല, യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ ആമീൻ സ്തോത്രം, പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുതൽ മാത്രമല്ല, യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ നിത്യജീവൻ മാത്രമല്ല, യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ ശാപവിമുക്തി മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമാധാനം.
വായ് തുറന്ന് പറഞ്ഞട്ടെ, എൻ്റെ വീട്ടിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സമാധാനം, എൻ്റെ കുഞ്ഞുങ്ങളിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സമാധാനം, എൻ്റെ ശുശ്രൂഷയിൽ യേശുവിൻ്റെ രക്തത്താലുള്ള സമാധാനം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങൾക്കകത്തും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട്, രക്തം മുഖാന്തിരം സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ. സമാധാനം വന്നു. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെയും കൊണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ രക്തം ചെയ്തത് കേൾക്കണോ? ഞാനതാണ് പറഞ്ഞത്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായ നിങ്ങളെ, എന്നെ നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ക്രിസ്തു ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ദുഷ്പ്രവർത്തിക്കാരായിരുന്ന നമ്മളെ, മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്ന നമ്മളെ, ശത്രുക്കളായിരുന്ന നമ്മളെ കർത്താവ് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി തീർത്തു. എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ ഈ വചനം വായിക്കുമ്പം, എവിടെ കിടന്നവരെ എവിടെ കൊണ്ടുവന്നു, എവിടെ ആയിരുന്നവരെ എവിടെ എത്തിച്ചു. ഇതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായ ചിന്ത എന്ന് പറയുന്നത്. മുൻപേ ദൂരസ്ഥരായിരുന്ന നമ്മൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാൻ കർത്താവ് കൊടുത്തത്. ഇതൊന്നും കേൾക്കുമ്പോൾ ചിലർക്ക് യാതൊരു വികാരങ്ങളോ സന്തോഷമോ സങ്കടമോ ഇമോഷണൽ ഫീലിങ്സോ ഒന്നും ഉണ്ടാകത്തില്ല. യേശുവിൻ്റെ രക്തം എന്ന് കേൾക്കുമ്പം ഏതാണ്ട് കടുംപിട്ട് സാധനം പോലെ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന നീഡിൽ കണ്ടാൽ ബോധം കെട്ട് വീഴും. ഒരു രക്തം പൊടിയുന്ന കണ്ടാൽ വെള്ളം എന്ന് പറയും. കർത്താവ് ഒഴുകിയതേ സ്തോത്രം. ഒരു നീഡിലിനകത്തൂടെ കയറിയ 2 ml ബ്ലഡ് അല്ല, അവസാന തുള്ളി രക്തം വരെയും നിനക്ക് വേണ്ടി ഒഴുക്കി തന്ന കർത്താവിനെ കുറിച്ചാ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നേ. Hallelujah. Thank you, Jesus. Yes, Pastor. The blood of Jesus Christ has made us perfect, blameless, and holy. We were enemies. We were away from the Lord, and the Lord has reconciled us through the blood of Jesus Christ. It's not the 2 ml blood which is taken through the syringe which I am talking here. Is the blood of Jesus Christ. This should actually shake your heart, and you have to shout praises to the Lord, because the blood has brought you into a direct relationship with the Lord, and it has given you peace. യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ ലഭിച്ച 4 വിടുതലുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, മുൻപേ ദുഷ്പ്രവർത്തികളിൽ മനസ്സുകൊണ്ടകന്ന ശത്രുക്കളായിരുന്ന നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർക്കുവാൻ, നമ്മുടെ പാപങ്ങളെ വിമോചിപ്പിക്കാൻ ചൊരിഞ്ഞ യേശുവിന്റെ രക്തം. Jesus Christ's blood has brought us many blessings, and the first and most important blessing is that he has purchased us and redeemed us and forgiven our sins, and we are now reconciled through Jesus Christ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1:7 പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ വിശുദ്ധീകരിക്കുന്നു. That's why we read in 1 John 1:7 that the blood of Jesus Christ cleanses us from all sin. വായ് തുറന്ന് പറയുക, യേശുവിന്റെ രക്തം പാപിയായ എന്നെ വിശുദ്ധനാക്കി വിശുദ്ധയാക്കി തീർത്തു. Shout to the Lord and say like this, the blood of Jesus has cleansed me who was a sinner, and he has made me holy. അവിടെ വെളിപ്പെട്ടത് എൻ്റെ കഴിവല്ല, എൻ്റെ കാര്യപ്രാപ്തിയല്ല. ഇനി ആട് വേണ്ട, മാട് വേണ്ട, പ്രാവ് വേണ്ട, യാഗങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ യാഗമാണ്. The greatest sacrifice that ever happened on the face of the earth is the sacrifice of Jesus Christ, and it's not something which I can boast, it's not something which I can say something about. It's purely God's act. ആ യാഗം നടന്നപ്പോൾ കല്ലറകൾ, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു, ഭൂകമ്പമുണ്ടായി, പട്ടാപ്പകൽ ദേശം ഇരുട്ടായി തീർന്നു, വലിയ സംഭവങ്ങളുണ്ടായി. ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് 2 ചീന്തിപ്പോയി.
ആ യാഗത്തോട് ഇവിടെ കിടപിടിക്കാൻ ഒരു യാഗവും ഇല്ല. There's no sacrifice like that ever happened on the face of the earth. When that sacrifice happened, when the sacrifice of Jesus happened, the tombs of the saints opened up, and in the daytime, the whole land became in darkness, and the curtain which the veil was breached from top to the bottom, and this is very, very unique sacrifice that happened. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. Second important truth. രണ്ടാമതായി യേശുക്രിസ്തു നമുക്ക് വിമോചനം തരുന്നത് ശാപത്തിൽ നിന്നുള്ള വിമോചനം യേശുവിന്റെ രക്തം നൽകുന്നു. The Lord gives redemption from the curses through his blood. പിതാക്കന്മാർ, കേരളക്കരയിലെ അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാർ വഴിയോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമായിരുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു ശാപത്തെ മാറ്റുന്നു, യേശുക്രിസ്തു രോഗത്തെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു നിത്യജീവൻ തരുന്നു, യേശുക്രിസ്തു വീണ്ടും വരുന്നു. The saints of the Lord, the elder fathers of who has preached in the open airs, they preach like this: Jesus Christ forgives your sin, Jesus Christ cleanses your sin, Jesus Christ cleanses your curse, the Jesus Christ gives you frees from your sickness, and he is coming as a king. ശാപത്തിൽ നിന്നുള്ള വിമോചനം The Lord gives liberation from the വളരെ curse. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. This is the most important thing. മണിക്കൂറുകൾ പ്രസംഗിക്കണം, It needs hours to expound the പക്ഷെ meaning. മിനിറ്റുകൾക്കകത്ത് ചില കാര്യങ്ങൾ മാത്രം പറയട്ടെ. But I'd like to say some things in some minutes. ശാപവിമുക്തി മനുഷ്യനിൽ നിന്നല്ല. You cannot break the curse by a human hand. ഒരു മനുഷ്യനും നിന്റെ ശാപം വിമുക്തമാക്കാനോ നിന്റെ ശാപത്തെ മുറിക്കാനോ പൊട്ടിക്കാനോ പറ്റത്തില്ല. No human person can break away the curse which is on you. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് എന്ന സന്ദേശം ഞാൻ പലപ്പോഴും ഈ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. I have preached the message from curse into blessing. അത് കേട്ട പതിനായിരങ്ങൾ ആയിരങ്ങൾ ഇന്നും എന്നെ ശ്രദ്ധിക്കുന്നു. Thousands and 10,000s of people who heard that message is still hearing me today. അതിലെല്ലാം ഞാൻ പ്രസ്താവിച്ചത് പറഞ്ഞത് ശാപത്തെ അനുഗ്രഹമാക്കുന്നത് മനുഷ്യനല്ല, ശാപത്തെ മാറ്റുന്നത് വ്യക്തികളോ സംഘടനയോ അല്ല. നിന്റെ ശാപത്തെ അനുഗ്രഹമാക്കുന്നത് നിനക്ക് വേണ്ടി ശാപമായി തീർന്ന യേശുക്രിസ്തുവാണ്. In all those messages, the basic thing which I said was, it's not some person, it's not some church, it's not some organization which takes away your curse. It's the blood of Jesus Christ that takes away your curse. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാൻ കഴിയും. I can give you information related to that. ഞങ്ങൾക്ക് ദൈവം തന്ന റെവലേഷൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ അത് നിങ്ങളൊരു റെവലേഷൻ ആകണോ, അത് നിങ്ങളൊരു ഇൻഫർമേഷൻ ആകണോ, നിങ്ങൾ അതൊരു ക്രിട്ടിസൈസിങ് ടോപ്പിക് ആകണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ അകത്തെ ആത്മീയ മനുഷ്യനാണ്. It's the spiritual person inside you that decides whether this message is just a topic of discussion and criticism, whether this is just an information or this is a revelation. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. 1 Peter 1 chapter 1 verse 18-19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Knowing that you were not redeemed with perishable things like silver or gold from your futile ways of life inherited from your forefathers, but with precious blood as of a lamb, unblemished and spotless, the blood of Christ. ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം മാത്രം എടുക്കട്ടെ സമയപരിമിതികൾ കൊണ്ട്. Because of the lack of time, let me take one important thing here. പിതൃപാരമ്പര്യത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്, Your futile way of life inherited from your forefathers. വ്യർത്ഥമായുള്ള പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചത്, Your futile way of life which you inherited from your ഈ forefathers. ലോകത്തിലെ ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടല്ല. Not some precious things of this world. ഈ ലോകത്തിൽ ആർക്കും വില പറയാൻ കഴിയാത്ത ഏറ്റവും വിലയേറിയ യേശുവിന്റെ രക്തത്താലാണ്. It was through the blood of Jesus Christ which none can lay a price or pay a price. It was the most precious blood of Jesus അപ്പോൾ Christ. ഒരു സത്യം അവിടെ വ്യക്തമാണ്. One important truth is very evident there. യേശുക്രിസ്തുവിന്റെ രക്തം
രക്തം നിന്നെ ചില ട്രഡീഷണൽ കേഴ്സുകളിൽ നിന്ന്, ട്രഡീഷണൽ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതാണ്. The blood of Jesus actually frees you and liberates you from some traditional bondages and inherited things. പാരമ്പര്യമായി പിന്തുടരുന്ന ചില ബന്ധനങ്ങൾ, There are some bondages which actually you have inherited from generation to generation. നിങ്ങൾ ഏതെങ്കിലും പാരമ്പര്യമായ ബന്ധനങ്ങളിലോ ശാപത്തിലോ അകപ്പെട്ടിരിക്കുന്നെങ്കിൽ, If you have some kind of such inherited curses on you, അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ തിരുവെഴുത്തിൽ നിന്നും സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പറയാനുണ്ട്. അത് തൊടുവാനുള്ള നേരമില്ല. I can reveal based on that verse. I can reveal from many instances and things that happened in people's life, but I am not taking time for that. ചില ഭവനങ്ങളിൽ മാനസിക അസ്വസ്ഥതയുള്ളവരുടെ ഒരു നിര തന്നെ ഉണ്ടാകും. There is from generation to generation, in some homes you can find people with mental disabilities. ഒരു നല്ല ഡോക്ടറിനെ കാണാൻ പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്കൊരു ഹാർട്ട് പ്രോബ്ലമോ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തലയിൽ ആളുതാമസമുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ എങ്ങനെ ചോദിക്കും, ഇത് നിങ്ങളുടെ ഹാർട്ട് പ്രോബ്ലം നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ വീട്ടിലെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. A good doctor, if you go for a consultation, he will be asking you, what about your case history, what about your past history, whether your father or mother or anyone in your generation has this problem. കാരണം ഇത് പിന്തുടർന്നു വരുന്ന ഒരു സാധനമാണോ എന്നാണ് ഏത് മതത്തിൽപ്പെട്ട ഡോക്ടറും പരിശോധിക്കുന്നത്. Because any doctor from any religion, that doctor wants to know whether this is inherited from generation to generation. ബ്ലഡ് ഷുഗർ പെട്ടെന്ന് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും, അമ്മയ്ക്കോ അപ്പനോ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. If you have a sudden shoot up of blood sugar, and you are diagnosed with blood sugar, and he will be asking you whether there is a case history, traditional case history. യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. This is a true thing which I am saying. എന്നാൽ ഇങ്ങനെ പിന്തുടരുന്നതായ രോഗങ്ങൾ, ഭയങ്ങൾ, മരണങ്ങൾ, തകർച്ചകൾ അനവധി വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. I have seen these kinds of problems like mental disabilities, the accidents that happen, deaths that happen. I have seen in many families. It happens from generation to generation. എന്നാൽ അതെന്തുമാകട്ടെ, What the problem is, കുടുംബപരമായി ഫാമിലി പരമായി ഉണ്ടാകുന്ന പിന്തുടർച്ചയായി കടന്നു വരുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന് വിമോചിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കുക. ആ തകർന്ന കുടുംബത്തിൽ നിന്ന് നീ ക്രിസ്തുവിന്റെ ഭവനത്തിലേക്ക് വരിക. if you want to be delivered from that generational curse, there's only one way, that is Jesus Christ. You will be redeemed through the blood of Jesus Christ from your cursed family into the family of God. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. That's why we read in the Bible that if you are in Christ now, there's no curse, no judgment. അല്ലാതെ ഒരു പാസ്റ്റർ നിന്റെ തലയിൽ കൈവച്ച് സെറ്റാക്കി വിടുന്നതല്ല. It's not a pastor who gives by laying his hand on top of your head that he gives you some redeeming. വ്യക്തമായി പിന്തുടരുന്ന പാരമ്പര്യ ബന്ധനത്തിനകത്ത് നിന്ന് യേശുവിന്റെ രക്തം ആ ചെയിൻ മുറിച്ച് നിന്നെ സെപ്പറേറ്റ് ചെയ്യും. Oh, the blood of Jesus actually breaks the chain which you have in your life as a futile inheritance from your forefathers. ഏതൊക്കെയോ വിഷയങ്ങളിൽ എന്റെ പിതാക്കന്മാർക്ക് ഇത് ഉണ്ടായിരുന്നു, എന്റെ അപ്പൻ ഇതുണ്ട്, എന്റെ അമ്മയ്ക്ക് ഇതുണ്ട്, എനിക്കും ഇത് വരുമോ, എന്റെ കുടുംബത്തിൽ പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് എനിക്കും ഉണ്ടാകുമോ എന്ന ചിന്തയാൽ ഭയത്തിലിരിക്കുന്ന ആ വ്യക്തിയെ നോക്കി കർത്താവ് പറയുന്നു, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവിന്റെ രക്തം നിന്നെ വീണ്ടെടുത്തിട്ടുണ്ടോ? ആ കണ്ണിക്കകത്ത് നിന്ന്, ആ ചെയിനകത്ത് നിന്ന് ആ രക്തം നിന്നെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. Hallelujah, glory to God, hallelujah. You are fearing that my father struggled because of this curse, my forefathers struggled because of this curse, and from generation to generation we are as a family struggling under this curse. And my message to you is that the blood of Jesus, if applied on that family curse, it will be totally healed and you will be brought out from that futile generational curse. അതുകൊണ്ടാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം
അവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന് തന്നെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. That's why we read in Galatians chapter 3 verse 13 following, Christ redeemed us from the curse of the law, having become a curse for us, for it's written, cursed is anyone who hangs on a tree, in order that in Christ the blessing of Abraham would become to Gentiles, so that we could receive the promise of the Spirit through faith. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശാപമായി തീർന്നു. Cursed is everyone who hangs on a tree, and Jesus Christ became a curse for you. ആ രക്തത്താൽ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ രക്തത്താൽ ആ പാരമ്പര്യ ശാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നു. The Lord will separate you from that generational curse when you believe in that blood of Jesus Christ. പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി, ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകി. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. അതാ ഇവിടെ വെളിപ്പെട്ടെ. ആ മരക്കുരിശിനെ ചുമന്നപ്പോൾ, ആ മരക്കുരിശിൽ കർത്താവ് നിനക്ക് വേണ്ടി യാഗമായപ്പോൾ, വ്യർത്ഥമായിട്ടുള്ള പിതൃപാരമ്പര്യങ്ങളിൽ നിന്ന്, പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് എൻ്റെ യേശു കർത്താവ് നിന്നെ മാത്രം ഇനി പൊട്ടിച്ച് പുറത്തെടുത്തു, നിന്നെ മാത്രം വീണ്ടെടുത്തു. ഹല്ലേലൂയ. എന്തു നൽകും പകരമായി, തുല്യമായി ഒന്നുമില്ല നാഥനെ. ആ കൈയൊന്ന് ഉയർത്തി പറഞ്ഞേ, ഇതിനെന്തു നൽകും പകരമായി, തുല്യമായി ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചു. ഒരു മാനസിക രോഗിയായി നീ തീരേണ്ട സാഹചര്യത്തിൽ, ഒരു രോഗിയായി നീ മരിക്കേണ്ട സാഹചര്യത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത് താണ്ഡവമാടിയ പൈശാചിക ബന്ധനങ്ങൾ, പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ നിന്നെ തകർത്ത് കളയേണ്ട സാഹചര്യത്തിൽ നിന്നെ വിടുവിച്ച ആ മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്ത ജീവനേകും ദൈവ കുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ വാക്കുപോരാ. വാ തുറന്ന് എന്തു നൽകും പകരമാ, തുല്യമാ ഒന്നുമില്ല യേശുവേ. എന്തു നൽകും പകരമാ, തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ
വഹിച്ചുവല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് ഒരു കാര്യം പ്രസംഗിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. There is some limitations to preach and make you understand everything. നമുക്ക് ഒരു കാര്യമൊക്കെ പ്രസംഗിച്ചും പറഞ്ഞും ഒക്കെ ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ട്. There are things beyond our comprehension that people are unable to understand things which we preach. ഇതൊക്കെ അതിനൊക്കെ അപ്പുറമാണ്. This is beyond our comprehension and this cannot be preached ഇതിലൊക്കെ and it അപ്പുറമാണ്. is given to you. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചവർക്കും അവന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്കും ഇനി ആ ശാപത്തിൽ തുടരുവാൻ അനുവാദമില്ല. If you are redeemed by the blood of Christ, if you trust in the blood of Christ, you are no more under the curse. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന പദം. You are bought with a price. ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. You are bought with a price from the curse. നമ്മളൊരു സാധനം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ല സാധനം മേടിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം. I always say that you have to give more price to get good things. നല്ല സാധനം കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുത്തേ പറ്റൂ. If you want to get some things of good value, then you have to pay more price. എന്നെ വിലയ്ക്ക് മേടിക്കാൻ To purchase me, ഒരാൾ ഒരു പ്രൈസ് കൊടുത്തു. there was a price tag. അത് ഡോളർ അല്ല, പൗണ്ട് അല്ല, ദിനാർ അല്ല, റുപ്പീസ് അല്ല, ജീവൻ, അവന്റെ ജീവൻ, അവന്റെ രക്തം അവൻ നൽകി. It was not dollar or pound or dinar or rupees. It was his own life. It was not any things of this world. നിങ്ങൾ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു സാധനം ആ ഷോപ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്ത് നിങ്ങൾ വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടേതാണ്. If you go to a shop and you purchase something and you pay the price and it's that thing is yours then. ഒരു സോപ്പ് വാങ്ങിച്ചാൽ ആ സോപ്പ് കൊണ്ട് കുളിക്കണോ തുണി കഴുകണോ എന്ന് മേടിച്ചവൻ തീരുമാനിക്കും. If you have purchased a soap, you are the one who decide whether I will wash my clothes or I will take bath with this. ഒരു ഷർട്ട് മേടിച്ചാൽ ആ മേടിച്ചവൻ ആ തീരുമാനിക്കുന്നത് അത് ഞാൻ ഇടണോ അതോ വേറൊരാൾക്ക് കൊടുക്കണോ എന്ന്. If you have purchased a shirt, you are the one who decides whether you will wear it or you are giving it to someone else. ഏത് രക്തമാണോ നിന്നെ വിലയ്ക്ക് മേടിച്ചത് ആ രക്തം തീരുമാനിക്കും നിന്നെ എവിടെ എത്തിക്കണോന്ന്. And the blood which has brought you will decide where he will lift you up to what level you will be moving up. ഏത് രക്തം കൊടുത്താണോ നിന്നെ വിലയ്ക്ക് മേടിച്ചത് ആ വിലയ്ക്ക് മേടിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട് നിന്നെ എവിടെ ധരിപ്പിക്കണമെന്ന്. Amen. The precious blood of Jesus Christ, that Christ has decided where you will be lifted up and up to what level you will be brought up. ഒന്ന്, യേശുവിന്റെ രക്തം എന്നെ പാപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വിശുദ്ധനും നിഷ്കളങ്കനുമാക്കുന്നു. The first thing, the blood of Christ has cleansed me and it has made me holy and blameless. രണ്ടാമതായി യേശുവിന്റെ രക്തം എന്നെ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത് എന്നെ അനുഗ്രഹത്തിന്, അബ്രഹാമിയ അനുഗ്രഹത്തിന് അവകാശിയാക്കുന്നു. The second important thing is that the blood of Jesus Christ has brought me with a price and it has broken the curse and it has given me all the blessings through Abraham. മൂന്നാമത്തെ വിഷയം, Third important thing. യേശുവിന്റെ രക്തത്താൽ സാത്താന്യ മണ്ഡലത്തിൽ നിന്ന് വിടുതലും സംരക്ഷണവും. There is a liberation and protection from the satanic realm through Jesus ഞാനിത് Christ. പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൻ ഭയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. When I started saying this, Satan has actually started shuddering. എവിടെയാണോ പിശാച് വിറയ്ക്കുന്നത്, Where the Satan shudders is, വായ് തുറന്ന് യേശുവിന്റെ രക്തം എന്ന് എവിടെ പറയുന്നുവോ, open your mouth and say the blood of Christ, Satan shudders. നിന്റെ സഭയുടെ ബോർഡിനെ പിശാചിന് പേടിയില്ല. Satan actually never fears the board of your church. നിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ സാത്താൻ The ഭയക്കുന്നില്ല. certificates which you have in your hand, Satan has no value for that. ഞാൻ ഇന്ന സഭയുടെ സെക്രട്ടറിയാ, നിന്നെ ഒരു പേടിയില്ല പിശാചിന്. If you say that I am the secretary of that church, actually Satan ignores you. എപ്പോൾ നിന്റെ മേളിൽ യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര അവൻ കാണുന്നോ അപ്പോൾ അവൻ നിന്നെ ഭയക്കുന്നു. Whenever Satan sees the seal of the blood of Jesus Christ on you, Satan shudders. അന്നും ഇന്നും പൈശാചിക മണ്ഡലം ഭയക്കുന്ന രക്തം യേശുവിന്റെ രക്തമാണ്. Ever Satan has ever shuddered before any blood, that is the blood of Jesus Christ. സ്വർഗത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു. Something like that happened in heaven. അത് നമ്മൾ എന്ന്
അവിടെ ചെല്ലുന്നു നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. When we reach up there, we will understand it more clearly. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ അവനെ, പിശാചിനെ, അക്യൂസറിനെ, സാത്താനെ, അപവാദിയെ, കുറ്റം പറയുന്നവനെ, രാപ്പകൽ ദൈവത്തിന്റെ ദാസന്മാരെ അപവാദം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടു എന്ന് മാത്രമല്ല, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷി വചനം ഹേതുവായിട്ടും ജയിച്ചു. In Revelation chapter 12 verse 10 following, we read like this: the accuser of our brothers and sisters had been thrown down, the one who accuses them before God day and night. And when we move forward into 11th verse, and they overcame him because of the blood of the lamb and because of the word of the testimony. വായ് തുറന്ന് പറഞ്ഞാട്ടെ, എല്ലാ അപവാദികളുടെ മേലും യേശുവിന്റെ രക്തത്താലെ ജയം. Open your mouth and say, over all the accusers and the people who backbite, I take victory in the name of Jesus Christ blood. തന്റെ ദാസന്മാരെ അപവാദം പറയുന്ന എല്ലാ അപവാദികളുടെ മേലും യേശുവിന്റെ രക്തത്താൽ ജയം. We claim victory in the blood of Jesus over all those people who accuse the servants of the Lord. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യ വചനം ഹേതുവായിട്ടും ജയിച്ചു. They overcame him because of the blood of the lamb and because of the word of the testimony. അവർ യേശുവിന്റെ രക്തത്താൽ ജയിച്ചു. Through the blood of Christ they were victorious. വാ തുറന്ന് പറഞ്ഞാട്ടെ, പാട്ടുപാടി ജയിച്ചതല്ല, പ്രസംഗിച്ച് ജയിച്ചതല്ല, പ്രവചിച്ച് ജയിച്ചതല്ല, ശുശ്രൂഷ നടത്തി ജയിച്ചതല്ല, കമ്മിറ്റി കൂടി ജയിച്ചതല്ല, അവർ യേശുവിന്റെ രക്തത്താൽ അവനെ ജയിച്ചു. And it's not through preaching or singing songs, it's not through anything else of this world that they claim victory, it's through the blood of Christ they claim വാ victory. തുറന്ന് പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്താലെ ജയം. Open your mouth and shout to the Lord. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, Victory in the യേശുവിന്റെ blood of രക്തത്താലെ Jesus. ജയം. നിങ്ങളുടെ ഫ്ലാറ്റ് കേൾക്ക പറഞ്ഞാട്ടെ, വീട് കേൾക്ക പറഞ്ഞാട്ടെ, കാറ് കേൾക്ക പറഞ്ഞാട്ടെ, ആ ദേശം കേൾക്ക പറഞ്ഞാട്ടെ, യേശുവിൻ രക്തത്താലെ ജയം. Open your mouth and shout wherever you are, victory through the blood of Jesus Christ. ഹല്ലേലൂയ. ഇതിന് നിഴലായ ഒരു സംഭവം നടന്നു. There is something symbolic that happened before that. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ്. That happens in Exodus chapter 12. 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 12 verse 12 following. യഹോവയുടെ പെസഹയാകുന്ന ഈ രാത്രിയിൽ, യഹോവയുടെ പെസഹയാകുന്നു ഈ രാത്രിയിൽ, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച ദൈവദാസനെ. ഈ രാത്രിയിൽ ഞാൻ മിസ്രൈം ദേശത്തു കൂടെ കടന്ന് മിസ്രൈം ദേശത്ത് മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിജൂലിനെയും ഒക്കെ സംഹരിക്കും. മിസ്രൈമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. This happened in the Passover. യഹോവയാകുന്ന ദൈവം തന്റെ ജനത്തിന് ഒരു നിയോഗം കൊടുക്കുന്നു. The Lord is giving a right to the people of God. അനവധി ബാധകളുടെ മുമ്പിൽ മനസ്സുമാറാത്ത ഫറവോനെ തകർത്തുടയ്ക്കുവാൻ, in front of different plagues which has actually affected the Egypt, and Pharaoh is still hard-hearted. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ രക്തം അടയാളമായിരിക്കും. In verse 13 we read, the blood shall be a sign for you on the houses where you ഞാൻ live. രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. And when I see the blood, I will pass over you. നിന്റെ വീടിനെ ലക്ഷ്യമാക്കി പലതും വന്നിരുന്നു. Many things have come against your house. നിന്നെ ലക്ഷ്യമാക്കി പലതും വന്നിരുന്നു. Many things have come against you. പക്ഷെ അതിനൊന്നും അടുക്കാൻ കഴിയാതെ ഒഴിഞ്ഞു കടന്നു പോയത് ഈ രക്തത്തിന്റെ But മുദ്രയാണ്. none of things has touched that because of the blood of Christ, it passed over you. നിങ്ങൾക്കത് നാശഹേതുവായി വരത്തില്ല. It did not make any problems in your life. വായ് തുറന്ന് പറഞ്ഞാട്ടെ, മുദ്രയുള്ള കുടുംബവും വ്യക്തികളും നശിച്ചു പോകത്തില്ല. No house will be destroyed which has the seal of the blood of Jesus Christ. ഇന്ന് ഈ വചനം കേൾക്കുന്ന യേശുവിന്റെ മുദ്രയായിരിക്കുന്ന വ്യക്തിയും വീടും കുടുംബവും നശിച്ചു പോകത്തില്ല. Those who have the seal of the blood of Jesus Christ, it can never be destroyed by the Satan's schemes. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരിക ദൈവദാസനെ. ആ അധ്യായം തന്നെ 21 മുതൽ ശ്രദ്ധയോടൊന്ന് വായിച്ചേ. അനന്തരം മോശ ഇസ്രായേൽ മൂപ്പന്മാരെയൊക്കെയും വിളിച്ച് അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് പെസഹയെ അറുപ്പീൻ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുപടിമേലും കട്ടളക്കാൽ രണ്ടിനുമേലും തേക്കണം. പിറ്റേനാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രൈമിനെ ദണ്ഡിപ്പിക്കേണ്ടതിന്
കടന്നു വരും. എന്നാൽ കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. ഓ, കൈകളൊന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. Amen. Hallelujah. പഴയ നിയമ ഇസ്രായേലിനെ, തന്റെ സഭയെ, തന്റെ ജനത്തെ ദൈവം പ്രൊട്ടക്ട് ചെയ്ത, ഗാർഡ് ചെയ്ത ഭാഗമാ വായിക്കുന്നത്. പൈശാചിക മണ്ഡലത്തിൽ നിന്ന്, ബാധകളിൽ നിന്ന്, ഫറവോനി അറ്റാക്കുകളിൽ നിന്ന് അവരെ വിടുവിക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കിയ ഒരു പശ്ചാത്തലമാണ്. സർവശക്തനാകുന്ന ദൈവം പറയുകയാണ്, ഇസ്രായേൽ മൂപ്പന്മാരെയും ഒക്കെ വിളിച്ച് അവരോട് പറയുക, ഒരാട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത്, ഇതിന് വേണ്ടത് പെസഹായിയുടെ അന്ന് തെരഞ്ഞെടുത്ത ഒരാട്ടിൻകുട്ടിയാണ് അറുത്തത്. തെരഞ്ഞെടുത്ത ഒരാട്ടിൻകുട്ടി, എല്ലാ ആട്ടിൻകുട്ടികളെയും അല്ല അറുത്തത്, തിരഞ്ഞെടുത്ത ഒരാട്ടിൻകുട്ടി അറുത്തു. പെസഹായുടെ അന്ന് തെരഞ്ഞെടുത്ത ഒരാട്ടിൻകുട്ടി അറുത്തു. പൗലൂസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട തന്റെ ഏകജാതനായ പുത്രൻ അറുക്കപ്പെട്ടു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, രക്തമെടുത്ത് കട്ടളക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടുക. ബാധ കടന്നു വരും, വരത്തില്ലെന്നല്ല, പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല, ഇതൊക്കെ വരാം. ഇതൊക്കെ നിന്റെ ഭവനത്തെയും നിന്നെയും ലക്ഷ്യം വെച്ചേക്കാം. പക്ഷെ നിന്നെ തകർക്കാൻ പറ്റത്തില്ല, നിന്നെ തീർത്ത് കളയാൻ പറ്റത്തില്ല. എന്നാന്നറിയാം, അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്, കർത്താവിന്റെ ദാസനെ, സംഹാരകൻ വരാൻ, നിന്നെ ദണ്ഡിപ്പിക്കാൻ നിന്റെ വീട്ടിൽ സംഹാരകൻ വരാൻ സമ്മതിക്കുകയില്ല. The Lord will not allow the destroyer to come to you and to your houses to ഞാൻ strike. അലോ ചെയ്യത്തില്ല. The Lord will not allow. എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ ദൈവം അനുവദിക്കാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയത്തില്ല. Without the Lord allowing, not even a single hair will fall from your head. അനുവദിക്കത്തില്ല, Will not allow. അനുവദിക്കത്തില്ല. Lord will not allow. ഇനിയിപ്പൊ തള്ളിക്കേറി വരണമെന്ന് വെച്ചാൽ നടക്കത്തുമില്ല. രക്തമുദ്രയുള്ള കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ വ്യക്തികളെ തൊടുവാൻ അവൻ അനുവാദമില്ല. Even if the Satan wants to push his way into your home because of the blood which are on the doorpost and the lintels, Satan cannot enter. അവിടെയാണ് ഇസ്രായേൽ ജനതയുടെ വിമോചനം ആരംഭിക്കുന്നത്. It's here the redemption of the Israelites starts. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. That's why Paul says, without the shedding of the blood, there is no liberation. ഒരു പെസഹ കുഞ്ഞാടിന്റെ രക്തം എടുത്ത് കിണ്ണത്തിനാക്കി, ഹല്ലേലൂയ, ഈസോപ്പ് കൊണ്ട്, ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് ബ്രഷ് പോലാക്കി അത് രക്തത്തിനകത്ത് മുക്കി, ബ്രഷ് പോലിരിക്കുന്ന ഈസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് കട്ടളക്കാൽമേൽ കുറുമ്പടിമേൽ പുരട്ടിയപ്പോൾ ബാധ ഒഴിഞ്ഞു പോയെങ്കിൽ, സംഹാരകൻ ഒഴിഞ്ഞു പോയെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഏറ്റവും ഒടുവിൽ ചെയ്ത പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ മുൻപിൽ ഫറവോന്യ ശക്തികൾ പരാജയപ്പെട്ടു പോയെങ്കിൽ, ഇന്ന് ഞാൻ വായ് തുറന്ന് പ്രസ്താവിക്കുന്നു, പ്രസംഗിക്കുന്നു, കാൽവരി ക്രൂശിൽ എനിക്കായി നിനക്കായി പരമയാഗമായി തീർന്ന യേശുവിന്റെ രക്തത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ഫറവോനുമില്ല, ഒരു പിശാചുമില്ല, ഒരു പൈശാചിക മണ്ഡലവുമില്ല. വായ് തുറന്ന് വിശ്വാസത്തോടെ അധികാരത്തോടെ പറഞ്ഞേ, യേശുവിന്റെ രക്തത്താൽ ജയം. If in front of the blood which was smeared on the doorpost and lintels, Pharaoh, satanic forces, the destroyer could not enter, the blood which was shed on the cross, in front of that blood of Jesus Christ, no Pharaoh, no satanic forces, no anyone of the world can ever enter and destroy you. ഒരു പെസഹായുടെ ദിനത്തിലാണ് തന്റെ ജനത്തിന് വിമോചനമുണ്ടായത്. The liberation happened to the people of God on a day of a Passover. മത്തായിയുടെ സുവിശേഷം 26 വരുമ്പോൾ, Matthew chapter 26. അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, 26:1 following. യേശു ഈ വചനങ്ങളൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം ശിഷ്യന്മാരോട്, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. When Jesus had finished all these words, he said to his disciples, you know, after that, after 2 days, the Passover is coming, and the Son of Man is to be handed over for crucifixion. ഇതാ ഒരു പെസഹായുടെ രാത്രിയിൽ
There is a eve of the Passover. ഗദശമന തോട്ടത്തിൽ Jesus at the Gethsemane. ദൈവത്തിന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ നിങ്ങൾക്ക് കാണാം. In front of God, there is the Lamb of God fall prostrate in front of ബൈബിൾ Jesus. പറയുന്നു അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വലിയൊരു ചോര തുള്ളികൾ പോലെ. The thirst fell on the ground like literally blood. മാനവകുലത്തിന്റെ സകല പാപവും ശാപവും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. He was taking over all the sins of the whole humanity. ആ പെസഹ രാത്രിയിൽ ആ കുഞ്ഞാട് പിടിക്കപ്പെട്ടു. At the eve of the Passover, that lamb was taken. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. And he was taken as a lamb which was taken to be slaughtered. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ ആ ആട് മിണ്ടാതിരിക്കുന്നത് പോലെ അവൻ വായ് In തുറക്കാതിരുന്നു. front of shearers, as a lamb is closing its mouth, he was dumb in front of the people. അവന്റെ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് All ഓടിപ്പോയി. the disciples just went away from him, fled away from him. ആ പെസഹായുടെ രാത്രിയായിരുന്നു. It was that Passover eve. മാനവകുലത്തിന്റെ മുഴുവൻ വിമോചനത്തിനായിട്ടുള്ള പെസഹ കുഞ്ഞാട് തകർക്കപ്പെടുവാൻ തുടങ്ങിയത്. The Passover lamb was literally going to be slaughtered, who takes away the sins of the whole humanity. അന്ന് രാത്രിയിൽ തകർക്കപ്പെട്ട ആ കുഞ്ഞാട് At the lamb which was slaughtered at that night of the അന്ന് Passover, രാത്രിയിൽ വിധിക്കപ്പെട്ട ആ കുഞ്ഞാട് the lamb which was judged on that Passover, അന്ന് രാത്രിയിൽ പിതാവിന്റെ സന്നിധിയിൽ നിലവിളിച്ച ആ കുഞ്ഞാട് the Passover lamb which actually cried in front of the Father. എന്റെ വിമോചകനായി, He became my liberator. എന്റെ രക്ഷകനായി, He became my savior. എന്റെ വീണ്ടെടുപ്പുകാരനായി. He became my redeemer. His name is Jesus. Man. His name is Jesus. Victory through the blood of Jesus. Victory through the blood of Jesus. Victory through the blood of Jesus. ഒരു പെസഹ കുഞ്ഞാടിന്റെ രക്തം 600,000 ജനത്തിന് വിടുതലായെങ്കിൽ, ഫറവോനിയ സാമ്രാജ്യത്തിന് ഭീഷണിയായെങ്കിൽ, പൊന്നിനോടും വെള്ളിയോടും കൂടെ അവരെ പുറപ്പെടുവിച്ച് അവരുടെ ഗോത്രത്തിൽ ഒരു ബലഹീനനുമില്ലാതെ 400 വർഷം രോഗം വരാതെ, 400 വർഷം ചെരുപ്പ് തേയാതെ, 400 വർഷം വസ്ത്രം ജീർണിക്കാതെ, 400 വർഷം മരുഭൂമിയിൽ മേഘസ്തംഭമായി അഗ്നിത്തൂണായി അവരെ നടത്തിയെങ്കിൽ, ആ ഒരു കുഞ്ഞാടിന്റെ പെസഹ ദിവസം അറുക്കപ്പെട്ട ഈ സോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് പുരട്ടപ്പെട്ട ആ രക്തത്തിന് 400 കൊല്ലം തന്റെ ജനത്തെ നയിക്കാൻ കഴിഞ്ഞെങ്കിൽ, മാനവകുലത്തിന്റെ പാപത്തിനും ശാപത്തിനും പരിഹാരമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ യേശുവിന്റെ രക്തം നിന്നെ നിത്യത വരെ നടത്തുന്ന രക്തമാണ്. Hallelujah. Yes, Pastor. The blood of the Passover lamb that actually brought the redemption, liberation for the people of Israel. They came out victoriously. They came out with gold and silver. That blood was instrumental in leading them for almost 40 years in the wilderness. It was instrumental in giving all the provisions in the wilderness. And if that blood was able to sustain them in their wilderness journey, the blood of Jesus Christ is able to sustain you until eternity. Believe in this word. സഹോദര സഹോദരി, ആ പെസഹ കുഞ്ഞാടിന്റെ രക്തം ഇമ്മാനുവേൽ പാസ്റ്റർ അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്തു. That blood of the Passover lamb gave the Israelites the right and freedom for worship. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. I was almost attempting to end this message, പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് എന്നെ ഒരു ഭാഗം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. but the Spirit of the Lord is revealing a part. ആ രക്തം അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്തു. That blood gave them the freedom to worship the Lord. ആ രക്തത്തിന്റെ വിമോചനത്താലാണ് ചെങ്കടൽ കടന്ന മിരിയാം തപ്പെടുത്താർത്ത് പാടി ദൈവത്തെ ആരാധിച്ചു. It's through that liberating act of that blood Miriam burst out in joy and shouted praises to the Lord. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ In the New Testament, എബ്രായർ 12:24 Hebrews 12:24, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Apostle Paul says like this: പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനരികിൽ അത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. and to Jesus the mediator of the new covenant, and to the sprinkled blood which speaks better than the blood of Abel. എന്താണ് ആ രക്തത്തിന്റെ പ്രത്യേകത? What is the speciality of this blood? അതിന്റെ 9-ാം അധ്യായം Chapter 9, 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. verse 14. എബ്രായർ ഇന്നെടുത്ത കുറിവാക്യത്തിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്.
9 അധ്യായം 14 വാക്യം. ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിന്റെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. How much more will the blood of Christ, who through the eternal Spirit offered himself without blemish to God, cleanse your conscience from dead works to serve and worship the living Lord. മോശയുടെ കാലത്ത് പെസഹ കുഞ്ഞാടിന്റെ രക്തം അവർക്ക് ആരാധന സ്വാതന്ത്ര്യം കൊടുത്തു. During Moses' time, the blood of the Passover lamb enabled them to worship the Lord. പുതിയ നിയമത്തിൽ വരുമ്പോൾ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തവും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിന്റെ മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തിയെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. In the New Testament also, the blood of Jesus Christ, which he offered without blemish to God, it will cleanse your conscience from the dead works to worship the living God. യേശുവിന്റെ രക്തം നിനക്ക് ആരാധന സ്വാതന്ത്ര്യം തരും. The blood of Jesus Christ will give you freedom to worship the Lord. നിന്റെ വീട്ടിൽ ദൈവത്തെ ആരാധിക്കാൻ, നിന്റെ നാട്ടിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഏതൊക്കെയോ ബന്ധനത്തിൽ പെട്ടുകിടക്കുന്ന കുടുംബത്തെ നോക്കി, വ്യക്തിയെ നോക്കി ഈ വചനം വിളിച്ചു പറയുന്നു, യേശുവിന്റെ രക്തം നിന്റെ ഭവനത്തിൽ നിനക്ക് ആരാധന സ്വാതന്ത്ര്യം തരും. If in your house or in your place, if you are unable to worship the Lord, this word says the blood of Jesus is going to free you to worship the Lord wherever you are. ഈ രക്തത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ നിന്റെ ഭവനത്തിനകത്ത് ആരാധന വെളിപ്പെടും. By the power of the blood of Jesus Christ in your home, the worship is going to burst forth. ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിന്റെ മനസ്സാക്ഷിയുടെ എല്ലാ നിർജീവ പ്രവൃത്തിയെയും പോക്കി ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ, ജീവനുള്ള ആരാധന വെളിപ്പെടാൻ യേശുവിന്റെ രക്തം നിന്നിൽ ഒഴുകട്ടെ ഇന്ന് പകലിൽ. The blood of Jesus Christ is going to flow into you so that a worship full of life is going to burst forth in your home and in you. നാലാമതായി യേശുവിന്റെ രക്തം എനിക്ക് തരുന്ന ആരാധന സ്വാതന്ത്ര്യം. Fourth important thing is the freedom of worship with the blood of Christ gives. യേശുവിന്റെ രക്തം എനിക്ക് നൽകുന്ന 4 വിടുതലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. 4 important redemptions and liberations which the Lord gives through his blood. I have said. യേശുവിന്റെ രക്തം എന്റെ പാപത്തിൽ നിന്ന് എന്നെ വിമോചിപ്പിക്കുന്നു. First thing, the Lord frees me from forgives my sin and makes me holy through the blood. 2, യേശുവിന്റെ രക്തം എന്നെ പാരമ്പര്യ ശാപത്തിന്റെ ചങ്ങലയിൽ നിന്നും മുറിച്ചു മാറ്റുന്നു. The Lord through his blood breaks away the chain of the inherited curse which I have in my family. മൂന്നാമതായി യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ പൈശാചിക മണ്ഡലത്തിൽ നിന്ന് വിടുവിച്ച് സംരക്ഷിക്കുന്നു. Third, the blood of Jesus Christ protects and delivers me from the satanic realm which is against me. നാലാമതായി യേശുവിന്റെ രക്തം എനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നു. Fourth important thing, the blood of Jesus Christ frees me into freedom to worship the Lord. എല്ലാവരും കണ്ണുകളൊന്ന് അടച്ച് ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വായ് തുറന്നിട്ട് യേശുവിന്റെ രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ പിതാവേ എന്നൊന്ന് പറഞ്ഞേ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്കായി മരിച്ചവനായി ജീവിക്കണമെന്നും എഴുതിയിരിക്കുമ്പോൾ എനിക്കായി മരിച്ചവനെ ഞാൻ നിനക്കായി ജീവിക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞേ. വായ് തുറന്ന് പ്രാർത്ഥിച്ചേ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചേ, അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. ദേവദാസന്മാർ മൈക്രോഫോൺ കയ്യിലെടുത്തേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കമോൺ ബ്രദർ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. താങ്ക് യു ജീസസ്. ഇമ്മാനുവേൽ, can you please come forward the platform? താങ്ക് യു ജീസസ്. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും ഈ സമയത്ത് ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോവല്ലേ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില സൗഖ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ, ചില വിമോചനങ്ങൾ നിങ്ങളിൽ ഉണ്ടാകട്ടെ. വാ തുറന്ന് യേശുവിന്റെ രക്തം എന്ന് പറയാൻ തുടങ്ങി. Blood of Jesus, blood of Jesus, blood of Jesus. Thank you Jesus. Oh, the blood of 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 Jesus to worship. Oh, the blood of Jesus. Blood of Jesus. Blood of Jesus.
നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്. Wherever you are now, apply the blood there. കർത്താവിന്റെ രക്തത്തിൽ ഒന്ന് ഏൽപ്പിച്ച ആ ഭവനത്തെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ. ഇത്ര വലിയൊരു പ്രൊട്ടക്ഷൻ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇത്ര വലിയൊരു പ്രൊട്ടക്ഷൻ വേറെ ഇല്ല. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഈ സമയത്ത് എന്നെ കണ്ടോണ്ടിരിക്കല്ലേ, വെറുതെ നോക്കിക്കൊണ്ടിരിക്കാതെ പ്രാർത്ഥിച്ചു. പ്ലീസ് വാ തുറന്ന് പ്രാർത്ഥിച്ചു. അതിനെ തുറന്ന് യേശുവേ, നിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ജീവൻ ആ രക്തത്തിലാണ്, വിമോചനം ആ രക്തത്തിലാണ്, വീണ്ടെടുപ്പ് ആ രക്തത്തിലാണ്, ശക്തി ആ രക്തത്തിലാണ്. Thank you, Lord Jesus. Thank you, Lord Jesus. കർത്താവേ, അത്ഭുത സൗഖ്യങ്ങൾ ചില ശരീരത്തിൽ ഈ നിമിഷം ഉണ്ടാകട്ടെ. എല്ലാ പാപവും അശുദ്ധിയും കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, നീങ്ങപ്പെടട്ടെ. യേശുവിന്റെ രക്തം വായി തുറന്ന് താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. Father, I thank you for your presence. I give you the praise. Thank you, Lord Jesus. ഹീലിംഗ്സ് ഉണ്ടാകട്ടെ കർത്താവേ, ഡെലിവറൻസ് ഉണ്ടാകട്ടെ. യേശുവിന്റെ രക്തത്താൽ വെളിപ്പെട്ട സമാധാനം, ഭയരഹിത ജീവിതം ഇവരിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹരോൻ 2 കയറവും എടുത്ത് ആടിന്റെ തലയിൽ വെച്ച് മനുഷ്യന്റെ പാപവും ശാപവും ആടിന്റെ മേളിലാക്കി അതിനെ കാട്ടിലേക്ക് അയച്ചതുപോലെ എന്റെ പാപവും എന്റെ ശാപവും എന്റെ രോഗവും എന്റെ മരണവും ശരീരത്തിൽ ഏറ്റെടുത്ത് ക്രൂശിൽ കയറി എനിക്കായി യാഗമായ പെസഹ കുഞ്ഞാടെ. Thank you, Jesus. ഈ സമയത്ത് എത്ര പേർ അവരുടെ ഹൃദയം, അവരുടെ ജീവിതം കർത്താവിനെ കൊടുക്കും, യേശുവിനായി സമർപ്പിക്കും? വായി തുറന്ന് പറഞ്ഞ്, യേശുവേ, എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ ഹൃദയത്തിലും എന്റെ ആത്മാവിലും എന്റെ ചിന്തയിലും നിന്റെ രക്തം ഒഴുകട്ടെ. എന്റെ ആത്മാവിലേക്ക് അങ്ങ് വരണമേ, എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. തിരുരക്തമെന്നെ രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. തിരുരക്തമെന്നെ രാജകീയ പുരോഹിതനാ, രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ എടുത്തു. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജമായി. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു.
കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ, രാജകീയ പുരോഹിതനാ, തൻ കരുണയാ തന്റെ കരുണയാൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, രക്തം എന്നെ വിലയ്ക്ക് വാങ്ങി. തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ, രാജകീയ പുരോഹിതനാ, മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു Pastor, can you please come forward and pray for him? കർത്താവി കർത്താവായി. ഇതുപോലുള്ളൊരു ഭാഗ്യം അതിനെ തുറന്ന് വായി തുറന്ന് ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ God bless you all. സാന്നിധ്യമേ. Victory through the blood of Jesus. Amen. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിയ